وعلى آله الطاهرين الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ബഹുമാന്യ സുഹൃത്ത് SKSFന്റെ മേഖലാ പ്രസിഡന്റ് സുലൈമാൻ ഫൈസി അവറുകളെ, ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി ഇവിടെ സന്നിഹിതനായ ബഹുമാന്യ സുഹൃത്ത് അലവിദാരവി, വേദിയിലെ SKSFന്റെ ഭാരവാഹികളെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഏതാനും ആഴ്ചകളായി കേരളത്തിലുടനീളം SKSF സംഘടിപ്പിച്ചു വരുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനൊരു സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുഹൃതങ്ങളുടെ സമുദ്ധരണത്തിന് എന്ന കാലികമായി വളരെ പ്രാധാന്യവും പ്രസക്തിയുമുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ നഗരങ്ങളും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രചാരണത്തിന് സംഘടന മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 8.5 പതിറ്റാണ്ട് കാലമായി വിശുദ്ധരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ആ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കൽ പോലും വഴിതെറ്റാതെ അതിന്റെ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി ഇവിടെ നിർവഹിച്ചു വരികയാണ്. കേരളത്തിൽ ധാരാളം മതസംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കേരളത്തിലെ മുസ്ലിം പൊതുസമൂഹത്തിനിടയിൽ പുതിയൊരു ചർച്ചയ്ക്ക് പോലും സമയമായി കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത്. ആ ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ 1 ഡസനോളം വരുന്ന മുസ്ലിം സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. എല്ലാവരും ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് വാദിക്കുന്നവരും അവകാശപ്പെടുന്നവരും അത് സമർത്ഥിക്കാൻ പരിശ്രമിക്കുന്നവരുമാണ്. എല്ലാവരും പരാമർശിക്കപ്പെടുന്ന, അവരുടെ ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രമാണങ്ങളും ഏകദേശം ഒന്നുതന്നെയാണ്. പക്ഷെ വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും സാധാരണക്കാർക്കിടയിൽ, സാധാരണ വിശ്വാസികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പത്തിന് കാരണമാകുന്ന ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ സംഘടനകളെല്ലാം അവകാശപ്പെടുന്നത് പോലെ എത്രത്തോളം മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരേപോലെ പണ്ഡിത വേഷം ധരിച്ചുകൊണ്ട് ഒരേപോലെ ആശയപ്രചരണങ്ങൾ നടത്തി അതൊക്കെ ആശയ തീവ്രത പ്രകടിപ്പിക്കുന്നതിൽ പോലും മേൽക്കൈ നേടാൻ പരിശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടതാണെങ്കിലും വളർന്നുകൊണ്ടിരിക്കുന്ന ചില അധാർമിക അനാചാരങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതെല്ലാം ഇവിടുത്തെ പരമ്പരാഗതമായ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ടും അവരുടെ അംഗീകാരം കൊണ്ടും നടക്കുന്നതാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെ വിഭാവനം ചെയ്യാൻ വേണ്ടി ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാൻ എന്ന പേരിൽ മതപരിഷ്കരണവാദികൾ, നവോത്ഥാന പ്രസ്ഥാനക്കാർ എന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വന്നു. മറ്റൊരു ഘട്ടത്തിൽ ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ധാരാളം മതവിശ്വാസികൾ, മതവിഭാഗങ്ങൾ, നിരീശ്വരവാദികൾ പലരുമുണ്ട് നമ്മുടെ രാജ്യത്ത്.
അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വരുന്ന ഭരണകൂടത്തെ അംഗീകരിക്കലും അതിന് കീഴിൽ ജീവിക്കുന്നതും ശിർക്കാണ് എന്നുവരെ വാദിച്ചു വന്ന വിവിധ കക്ഷികൾ. ഇതെല്ലാം മതത്തിന്റെ പേരിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത്. 1990-കൾക്ക് ശേഷം ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് നേരിട്ട ചില ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ നിലവിലുള്ള വ്യവസ്ഥാപിതമായ മതസംഘടനകളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മതപണ്ഡിതന്മാരോ നേതാക്കളോ ഒന്നും സമുദായത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ആത്മാഭിമാനം കാക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗം രംഗത്ത് വന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം സമുദായത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് രംഗത്ത് വന്നവരാണ്. ഇവരെല്ലാം ഉയർത്തിപ്പിടിച്ചത് വിശുദ്ധ ഖുർആനും സുന്നത്തും അനുബന്ധ പ്രമാണങ്ങളുമാണ്. ഇവരെല്ലാം സമുദായ പ്രതിബദ്ധത പ്രകടിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും വല്ലാത്ത സാഹസം നടത്തുന്നവരാണ്. ഇങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 86 വർഷക്കാലമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് വിശ്വാസപരമായും കർമ്മപരമായും ഈ സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇവർക്കെല്ലാം ഞാൻ പഴയ കാലങ്ങളിലേക്ക് പഴയ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇവർക്കെല്ലാം മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഇവരൊക്കെ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ചർച്ച. മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെയും മതത്തിന്റെയും മതപ്രമാണങ്ങളുടെയും പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾക്ക് ഇത്തരം വിഷയങ്ങളിലൊക്കെ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് ഏത് സാധാരണക്കാരനും തിരിച്ചറിയാവുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് സംജാതമായിരിക്കുന്നു. ഞാൻ അത്തരത്തിലൊരു ചർച്ച കടന്നുവരുന്നതിന്റെ അതിന്റെ ഒരു പിന്നാമ്പുറം സൂചിപ്പിക്കാം. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ പൗരന്മാർക്കും ബാധകമായ ഒരു വിവാഹപ്രായ നിയമമില്ല. ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ബാധകമായ അവരിലെ പുരുഷനും സ്ത്രീയും ഇന്ന പ്രായത്തിലാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന ഒരു പൊതു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലില്ല. പക്ഷെ രാജ്യത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സ്വന്തമായി വ്യക്തി നിയമങ്ങളുണ്ട്. ഈ വ്യക്തി നിയമങ്ങൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം ഉണ്ടായതല്ല, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിലവിലുള്ളതാണ്. ഈ വ്യക്തി നിയമം ഉണ്ടാകാൻ കാരണം ഇന്ത്യ ഒരു ബഹുമത രാഷ്ട്രമാണ്, ബഹുമത സമൂഹമാണ്. സ്വാഭാവികമായും മുസ്ലിങ്ങൾക്ക് അനുവദനീയമായത് ഹിന്ദുക്കൾക്ക് നിഷിദ്ധമായിരിക്കാം. ഹിന്ദുക്കൾക്ക് അനുവദനീയമായത് ക്രൈസ്തവർക്ക് മതവിരുദ്ധമായിരിക്കാം. അപ്പൊ ഒരേ രാജ്യത്ത് ജീവിക്കുന്ന പ്രബല മതസമൂഹങ്ങൾക്ക് അവരുടെ ആശയ ആദർശ വിശ്വാസ അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ പരസ്പര വൈരുദ്ധ്യമുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ മതപരമായ കാര്യങ്ങളിലൊക്കെ മതശാസനയ്ക്ക് വിധേയമായി കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന രീതിയിൽ ഭരണഘടന അതിനുള്ള സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുന്നതിനു വേണ്ടി ഈ രാജ്യത്ത് ഈ 3 സമുദായങ്ങൾക്കും സ്വന്തമായി വ്യക്തി നിയമം ഉണ്ടാക്കി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വന്നു. അതിനുശേഷം അതിൽ പല കാലഘട്ടങ്ങളിലും വിവിധ ഭേദഗതികളുണ്ടായി. ഇന്നും മുസ്ലിം വ്യക്തി നിയമം നിലവിലുണ്ട്, ഹിന്ദു വ്യക്തി നിയമം നിലവിലുണ്ട്, ക്രിസ്ത്യൻ വ്യക്തി നിയമവും നിലവിലുണ്ട്. ഈ 3 സമുദായങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്ത് സ്വന്തമായി വ്യക്തി നിയമമുള്ളത്. നേരത്തെ സിഖ് സമുദായത്തിനും സ്വന്തമായി വ്യക്തി നിയമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഖലിസ്ഥാൻ വാദമൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മുടെ രാജ്യത്ത് അത് നടപ്പായില്ല. ഈ മുസ്ലിം വ്യക്തി നിയമത്തിൽ 12 വിഷയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ശരീഅത്ത് അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാം. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, വസിയത്ത്, ട്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള വഖഫ് തുടങ്ങിയിട്ടുള്ള 12 കാര്യങ്ങൾ.
ഈ 12 കാര്യത്തിൽ രാജ്യത്ത് എന്ത് നിയമമുണ്ടെങ്കിലും ഈ 12 കാര്യങ്ങൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ അവർ തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ടാണ്. വിവാഹം അതിൽപ്പെടും. അപ്പൊ സ്വാഭാവികമായും വിവാഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് എന്ത് വിവാദമുണ്ടായാലും എന്ത് ഭരണഘടനാ ഭേദഗതി ഉണ്ടായാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് 2006 നമ്മുടെ പാർലമെന്റിൽ ശൈശവ വിവാഹ നിരോധന നിയമം പാസാക്കി. നേരത്തെയും ഇവിടെ ശൈശവ വിവാഹ നിരോധന നിയമമുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയുണ്ട്. അതിന്റെ പ്രായങ്ങളിലൊക്കെ പലപ്പോഴും വ്യത്യാസമുണ്ടായിരുന്നു. ഏതായാലും 2006 ഇങ്ങനൊരു നിയമം നമ്മുടെ പാർലമെന്റ് പാസാക്കി. ഈ ശൈശവ വിവാഹ നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ശിശുക്കളാണ്. 21 വയസ്സിന് താഴെയുള്ള പുരുഷന്മാരും ശിശുക്കളാണ്, കുട്ടികളായിട്ടാണ് അവർ എണ്ണപ്പെടുക. നമ്മുടെ രാജ്യത്തെ നിയമമാണ് 18 വയസ്സിന് താഴെയുള്ള സ്ത്രീകളെ അവർ പ്രായപൂർത്തിയായിരുന്നോ കല്യാണം കഴിച്ചുവെന്നോ കുട്ടികളുണ്ടായിരുന്നോ അതൊന്നും ബാധകമല്ല. അവർ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ ദൃഷ്ടിയിൽ ശിശുക്കളാണ്. അവർ വിവാഹം കഴിച്ചാൽ അത് ശൈശവ വിവാഹമാണ്. 21 വയസ്സിന് താഴെയുള്ള ഒരു പുരുഷൻ വിവാഹം കഴിച്ചാൽ അത് ശൈശവ വിവാഹമാണ്. അവന് നേരത്തെ പ്രായപൂർത്തിയെത്തിയെന്നോ അവന് പക്വതയുണ്ട്, പാകതയുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊന്നും അവിടെ ബാധകമല്ല. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് 21 വയസ്സിന് താഴെയുള്ള പുരുഷൻ വിവാഹം കഴിച്ചാൽ അത് നിയമവിരുദ്ധമാണ്, ശൈശവ വിവാഹമാണ്. ഇങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു. ഈ രാജ്യത്ത് ഇങ്ങനൊരു നിയമം വന്നപ്പോഴും സ്വാഭാവികമായും അന്ന് ഇതിനെക്കുറിച്ചൊക്കെ പലരും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അതിന്റെ ഗൗരവം അത്രത്തോളം ഉൾക്കൊള്ളുവാനോ അതിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ സ്വന്തം അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടന്നു വരാത്തതുകൊണ്ട് ആരും ഇതിനെ അത്ര ഗൗനിച്ചില്ല. 2008 സുപ്രീം കോടതിയിൽ സീമ അശ്വനികുമാർ ഒരു കേസ് വന്നു. ഈ കേസിൽ വിധി പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു, 2006 ഈ ശൈശവ വിവാഹ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വിവാഹ രജിസ്ട്രേഷൻ ചട്ടമുണ്ടാക്കണം. നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വിവാഹം രജിസ്റ്റർ ചെയ്യണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതത് സംസ്ഥാനങ്ങൾ വിവാഹ രജിസ്ട്രേഷൻ ചട്ടമുണ്ടാക്കണം എന്ന് നിർദ്ദേശിച്ചു സുപ്രീം കോടതി. ഈ നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും വിവാഹ രജിസ്ട്രേഷൻ ചട്ടമുണ്ടാക്കി. 2008 മുതൽ വിവാഹ രജിസ്ട്രേഷൻ ആരംഭിച്ചു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ. അക്കാലങ്ങളിലും അതിനു മുമ്പുമൊക്കെ നമുക്ക് ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ, നമ്മുടെ ഭാര്യയ്ക്ക് ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ വിവാഹിതരാണ് എന്നറിയിക്കാൻ നമ്മുടെ മഹല്ല് കമ്മിറ്റിയുടെ, നമ്മുടെ കാളിയുടെ ഇന്ന ദിവസം ഇന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് ഇവർ തമ്മിൽ വിവാഹം നടന്നിട്ടുണ്ട് എന്ന ഒരു വിവാഹ സർട്ടിഫിക്കറ്റ് പോലും പാസ്പോർട്ട് ഓഫീസിൽ വരെ സ്വീകാര്യമായിരുന്നു. ഈ വിവാഹ രജിസ്ട്രേഷൻ നിലവിൽ വന്ന് അത് പ്രാബല്യത്തിൽ വന്നതോടുകൂടി വിവാഹ സാക്ഷ്യപത്രം നൽകേണ്ടത് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായി മാറി. ഈ നിയമം അനുസരിച്ചുകൊണ്ട് ഏത് വിവാഹവും രജിസ്റ്റർ ചെയ്യും. 18 വയസ്സിന് ശേഷമാണെങ്കിലും മുമ്പാണെങ്കിലും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യും. പക്ഷെ 18 വയസ്സിന് താഴെയുള്ള വിവാഹമാണെങ്കിൽ ആ വിവാഹം കഴിച്ചു കൊടുത്ത രക്ഷിതാവ്, വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതൻ, അത് 18 വയസ്സിന് താഴെയുള്ള വിവാഹമാണെന്ന അറിവോടുകൂടി ആരെങ്കിലും അവിടുത്തെ കല്യാണത്തിന് പോയി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവനടക്കം 2 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭ്യമാക്കാനാവുന്ന ഒരു കുറ്റവാളിയായി മാറും. നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹം വ്യാപകമല്ല. ഇന്നൊക്കെ എല്ലാവരും 18ഉം 19ഉം ആ അർത്ഥത്തിലുള്ള പ്രായവും പക്വതയും വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു പ്രായപരിധി എത്തുമ്പോഴാണ് സ്വാഭാവികമായും വിവാഹങ്ങൾ നടക്കുന്നത്. പക്ഷെ 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരീഅത്തിൽ വിരുദ്ധം മാത്രമല്ല, നമ്മുടെ ഭരണഘടന അനുവദിച്ചു തരുന്ന മൌലികാവകാശത്തിനെതിരാണ്, ഈ സമുദായത്തിന് അനുവദിച്ചു തരുന്ന വ്യക്തി നിയമത്തിനും എതിരാണ്. അപ്പൊ ചിലർ ചോദിക്കുക, നിങ്ങൾ ഈ രാജ്യത്തൊരു പൊതുവായ നിയമം വന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ?
രാജ്യത്തൊരു പൊതുവായ നിയമം വന്നാൽ അത് നിങ്ങൾ അംഗീകരിക്കണ്ടേ? അത് നിങ്ങൾക്ക് മാത്രം നിയമം എന്ന് പറയാൻ കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ചുകൊണ്ട് വിധേയമായി ജീവിക്കേണ്ടവരും ജീവിക്കുന്നവരുമാണ്. ആ ശരീഅത്തനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്തെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പൊതുവായ നിയമങ്ങൾ പലതും ഉണ്ടാവാം, പക്ഷേ മുസ്ലിം വ്യക്തി നിയമത്തിന് വിധേയമായി ജീവിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഭരണഘടന അനുമതി നൽകുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയിലെ ക്രിമിനൽ നിയമം അനുസരിച്ചുകൊണ്ട് ഇവിടുത്തെ ബഹുഭാര്യത്വം കുറ്റകരമാണ്. ഒരു പുരുഷൻ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുന്നത് രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് കുറ്റകരമാണ്. ഒരു സ്ത്രീ ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിക്കുന്നതും രാജ്യത്തെ നിയമം അനുസരിച്ചുകൊണ്ട് കുറ്റകരമാണ്. IPC 494 പ്രകാരം ഒരാൾ ബഹുഭാര്യത്വം സ്വീകരിച്ചാൽ അയാൾക്ക് 7 വർഷം വരെ കഠിന തടവ് ശിക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തെ ക്രിമിനൽ നിയമം അനുശാസിക്കുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തെ പൊതുവായിട്ട് നിയമം എന്താണ്? ബഹുഭാര്യത്വം സ്വീകരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. അത് ചെയ്ത് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ 7 വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിക്കാൻ വരെ ഗൗരവമുള്ള ഒരു കുറ്റമാണ്. പക്ഷെ മുസ്ലിം സമുദായത്തിൽ ആവശ്യക്കാരൊക്കെ 1, 2, 3, 4 പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ. ആരും അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? മുസ്ലിം സമൂഹത്തിന് വ്യക്തി നിയമമുണ്ട്. ആ വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ബഹുഭാര്യത്വം മുസ്ലിം സമൂഹത്തിന് അനുവദനീയമാണ്. രാജ്യത്തെ പൊതുവായ നിയമം ബഹുഭാര്യത്വത്തിനെതിരാണെങ്കിൽ പോലും മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ബഹുഭാര്യത്വം സ്വീകരിക്കാൻ കഴിയുന്നു. ഈ അടിസ്ഥാനത്തിലാണ് നമ്മളും ചോദിച്ചത്, 2006 ശൈശവ വിവാഹ നിരോധനത്തിന്റെ പരിധിയിൽ 18 വയസ്സിന് താഴെ 21 വയസ്സിന് താഴെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിവാഹം ശൈശവ വിവാഹ നിരോധനത്തിന്റെ പരിധിയിൽ പെടുമെങ്കിൽ പോലും വിവാഹം എന്ന് പറയുന്നത് വ്യക്തി നിയമത്തിന്റെ പരിധിയിൽപ്പെട്ടതായതുകൊണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് പ്രായപരിധി പറയാത്തതുകൊണ്ടും മുസ്ലിങ്ങളുടെ മേൽ ഈ ശൈശവ വിവാഹ നിരോധന നിയമം ബാധകമാക്കാൻ പാടില്ല. അതിനവർക്ക് നിയമപരിരക്ഷ വേണം എന്നൊരാവശ്യമുണ്ടായി. ഇത് ഗൗരവമാർന്ന പ്രശ്നമാണെന്ന് മാത്രമല്ല, ഇത് വിവാദമായതോടുകൂടി ചില നിക്കാഹിന്റെ സദസ്സുകളിലേക്ക് പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കയറി വരാൻ തുടങ്ങി. 18 വയസ്സിന് താഴെയുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ പറയും, വിവാഹം ഞാൻ രജിസ്റ്റർ ചെയ്ത് തരാം, പക്ഷെ ഞാൻ ഇതിന്റെ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷന് കൊടുക്കും. റിപ്പോർട്ട് പോലീസ് സ്റ്റേഷന് കൊടുത്താൽ എന്താ? ഈ വിവാഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുത്ത വാപ്പ, ഈ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ച പണ്ഡിതൻ, ആ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തവരൊക്കെ പിറ്റേ ദിവസം കോടതി പോകേണ്ട സാഹചര്യം. അവർ നിയമത്തിന് മുമ്പിൽ കുറ്റവാളികളാണ്. ഇത് നമ്മുടെ സമൂഹത്തിന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം വന്നപ്പോ സമസ്ത കേരള ജമിയത്തുലമ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളെയും ഒരു യോഗം വിളിച്ചു. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും യോഗം വിളിച്ചു. ഈ യോഗം വിളിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയം ചർച്ച ചെയ്യാനാണ് നമ്മൾ യോഗം വിളിക്കുന്നത്. ഇങ്ങനെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ നിരവധി മുസ്ലിം കുടുംബങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിനെന്ത് പരിഹാരം കാണാൻ കഴിയും എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ ഒരു പൊതുവായ പ്രശ്നം എന്ന നിലയിലാണ് നമ്മൾ യോഗം വിളിക്കുന്നത് എന്ന് പറഞ്ഞ് യോഗം വിളിച്ചു. ആ യോഗത്തിലേക്ക് കാന്തപുരം വിഭാഗത്തെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാത്തതിന്റെ കാരണമുണ്ട്. ഇവരുടെ സിദ്ധാന്തപ്രകാരം ജമാഅത്ത് മുജാഹിദ് തബ്ലീഗിന്റെ കൂടെ ഇരുന്നാൽ ഇവർക്കൊരു ചോർച്ചയുടെ അസുഖമുണ്ട്, ആദർശം ചോർന്നു പോകും. അപ്പൊ അവരെ പ്രയാസപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് അവരെ ബൈ ഫോണിലൂടെ സംസാരിച്ച് അവരുടെ പിന്തുണയൊക്കെ ഓഫർ ചെയ്യപ്പെട്ടു. യോഗം വിളിച്ചു. യോഗത്തിൽ ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്തു. എല്ലാ മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി പറഞ്ഞു, ഇതിനൊരു പരിഹാരം ഉണ്ടാവണം, ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാവരും ഏകകണ്ഠമായിട്ട് 2 തീരുമാനങ്ങളെടുത്തു. ഇന്നതിനെ തള്ളിപ്പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്കാളിത്തത്തോടുകൂടി, MESന്റെ ഫസൽ ഗഫൂറിന്റെ പങ്കാളിത്തത്തോടുകൂടി, MSSന്റെ പങ്കാളിത്തത്തോടുകൂടി, അങ്ങനെ ആ യോഗത്തിൽ പങ്കെടുത്ത 9 മുസ്ലിം സംഘടനകളുടെയും പങ്കാളിത്തത്തോടുകൂടി ഏകകണ്ഠമായി 2 തീരുമാനമെടുത്തു. ഒന്ന്, വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നിക്കാഹിന്റെ സാഹചര്യത്തിലേക്ക് പോലീസ് കയറി വരുമ്പോൾ അറിയേണ്ട സംഗതിയല്ല. നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ നാട്ടുകാർ ബോധവാന്മാരാവണം എന്നർത്ഥത്തിൽ അതത് സംഘടനകൾ നാട്ടിൽ ബോധവൽക്കരണം നടത്തണം. ഇതാണ് ഒന്നാമത്തെ തീരുമാനം.
രണ്ടാമത്തെ തീരുമാനം, മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നിയമപരമായി എന്തെങ്കിലും നീക്കം നടത്താൻ കഴിയുമോ എന്ന് ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിക്കാൻ തീരുമാനിച്ചു. അത് സുപ്രീം കോടതിയിൽ പോകലാവാം, അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചുകൊണ്ട് വിവാഹ രജിസ്ട്രേഷൻ ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതിയെക്കുറിച്ചാവാം, അല്ലെങ്കിൽ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചാവാം, എന്തുമാവാം. അതിന് നിയമവിധേയമായൊരു മാർഗത്തിലൂടെയുള്ള വഴികളെക്കുറിച്ചാണ് ചിന്തിച്ചത്. നിയമം ലംഘിക്കാൻ മുസ്ലിം സംഘടന യോഗം തീരുമാനിച്ചിട്ടില്ല. ഈ നിയമത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്യവസ്ഥാപിതമായി നമുക്ക് എങ്ങനെ ഇതിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് തീരുമാനിച്ചത്. മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു തീരുമാനമെടുത്ത് നിയമവിധേയമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ ഭരണഘടനക്കും നിയമത്തിനും വിധേയമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൊണ്ടാണ്. ഇസ്ലാമിക ശരീഅത്തനുസരിച്ചുകൊണ്ട് ഇവിടെ ശൈശവ വിവാഹ നിരോധന നിയമം ഉണ്ടായാലും വിവാഹ രജിസ്ട്രേഷൻ ചട്ടം ഉണ്ടായാലും ഇവിടെ ഏത് നിയമം ഉണ്ടായാലും ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു നിക്കാഹ് കഴിക്കാൻ ആരെയും ശുപാർശയൊന്നും ആവശ്യമില്ല. അത് നിക്കാഹ് കഴിച്ചു കൊടുക്കുന്ന ഒരാള് നിക്കാഹ് കഴിച്ചു കൊടുക്കാനും ആളുവാണ്. ഈ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രക്ഷിതാവ്, ആ വധുവിനെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരൻ, അത്യാവശ്യം സത്യസന്ധരായ രണ്ടാളുണ്ടായ, രണ്ട് സാക്ഷികളുണ്ടായാൽ, നാലാളുണ്ടായാൽ മതി. നിക്കാഹായി വിവാഹം നടന്നു. ആരും ഒരു ബുക്കും രജിസ്ട്രേഷനും ചട്ടവും കോടതിയൊന്നും വേണ്ട. അങ്ങനൊക്കെ വഴികളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു വ്യവസ്ഥാപിത രാജ്യത്ത് ജീവിക്കുമ്പോൾ അങ്ങനെ ഒളിഞ്ഞും മറഞ്ഞും പാത്തും പതുങ്ങിയും നിർവഹിക്കേണ്ട സംഗതിയല്ല. നിയമവിധേയമായിട്ട് തന്നെ ഇത് നിർവഹിക്കപ്പെടണം എന്നുകൊണ്ട് നിയമം ലംഘിക്കേണ്ട, നിയമവിധേയമായി നമുക്കിതിനെങ്ങനെ പരിരക്ഷ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിനത്തരത്തിലുള്ള നിയമവിധേയമായ ഒരു നീക്കം നടത്താൻ ഈ രണ്ട് തീരുമാനമെടുത്തു. ഈ രണ്ട് തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് പത്രക്കാർക്ക് വിവരങ്ങൾ കൈമാറാൻ വേണ്ടി റിലീസ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. ഈ വാർത്ത തയ്യാറാക്കാൻ വേണ്ടി ആ യോഗത്തിൽ വാർത്ത തയ്യാറാക്കാൻ വേണ്ടി അന്ന് യോഗം വിളിച്ചു ചേർക്കുന്നതിൽ സമസ്തയുടെ ഭാഗത്തുനിന്ന് കാര്യമായ പങ്കാളിത്തം വഹിച്ച SKSFന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറയും MSSന്റെ ജനറൽ സെക്രട്ടറി മൊയ്തീൻ കുട്ടി സാഹിബും ഇവർ രണ്ടുപേരും ന്യൂസ് തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെക്കുറിച്ചൊക്കെ പലതും നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും വാർത്ത തയ്യാറാക്കി ആ മുസ്ലിം സംഘടനയുടെ യോഗത്തിൽ വാർത്ത വായിച്ചു കേൾപ്പിച്ചു. അപ്പോ എല്ലാവരും സമ്മതിച്ചു വാർത്ത കൊടുക്കാം. അപ്പൊ യോഗത്തിൽ ഒരു അഭിപ്രായം വന്നു. ഇത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു. ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. കാന്തപുരം വിഭാഗത്തിന്റെ ആളുകൾ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ യോഗം വിളിച്ചു ചേർത്ത സമസ്തയാണ്. ഈ വിഷയത്തിൽ കാന്തപുരം വിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തുന്നതുകൊണ്ട് സമസ്തയുടെ ആളുകൾക്ക് വിയോജിപ്പുണ്ടോ എന്ന് മറ്റു സംഘടനകളുടെ ആളുകൾ ചോദിച്ചു. അവർ സഹകരിക്കാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾക്കൊന്നും അറിയാത്തൊരു ചോർച്ചയുടെ അസുഖം ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് വിളിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ അവരെ സഹകരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള, എതിർപ്പില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയായ അബ്ദുറഹ്മാൻ പെരിങ്ങാടി എന്ന് പറയുന്ന വ്യക്തി ആ യോഗത്തിൽ സംബന്ധിച്ച ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കാന്തപുർ വിഭാഗമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ഞാനിപ്പോ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടോളാം. അവരുടെ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ AK അബ്ദുൽ ഹമീദിനെ അബ്ദുറഹ്മാൻ പെരിങ്ങാടി ടെലിഫോണിൽ വിളിച്ചു. യോഗം പിരിയുന്നതിന് മുമ്പാണ്. അദ്ദേഹത്തോട് വിഷയങ്ങൾ പറഞ്ഞു. ഇങ്ങനെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്, ഈ വിഷയത്തിന് തീരുമാനമെടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങളുടെ ഒരു സഹകരണം ഉണ്ടാവണം, നിങ്ങളുടെ സംഘടന കൂടി അതിൽ യോജിക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വിളിക്കാം, ഒന്ന് ഉസ്താദിനോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം കൂടിയാലോചിച്ച് 5 മിനിറ്റ് കൊണ്ട് തിരിച്ചു വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ തീരുമാനത്തോട് എന്റെ സംഘടനയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അടുത്ത യോഗത്തിൽ ഞങ്ങൾ സംബന്ധിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ യോഗം പിരിഞ്ഞു. പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വന്നു. ചാനലുകൾക്ക് ഈ വാർത്ത കിട്ടിയതോടുകൂടി അവര് മുസ്ലിം പണ്ഡിതന്മാർ, മതസംഘടനകൾ ഇതാ പെൺകുട്ടികളുടെ വയസ്സ് 16 വേണ്ടി സമരത്തിനിറങ്ങുന്നു എന്ന രീതിയിലുള്ള, അവിടെ തീരുമാനിക്കുകയോ അവിടെ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്യാത്ത ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കാനും ആ വാർത്തക്ക് കൂടുതൽ എരിവും പുളിയും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ നിരീശ്വരവാദികളായ ആളുകൾ വരിക്ക് നിർത്തിയിട്ട് ചർച്ചകൾ തകൃതിയായി നടന്നു. മാധ്യമങ്ങൾ വളരെ ബോധപൂർവം ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി.
മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചർച്ചകളൊക്കെ ഇങ്ങനെ കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയപ്പോ ഈ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തർക്ക് മുട്ടുറക്കാൻ തുടങ്ങി. എന്റെ മതേതര പ്രതിച്ഛായക്ക് വല്ല കോട്ടം തട്ടുവോ, പൊതുസമൂഹത്തിൽ എന്റെ ഇമേജിന് കുറവ് വരുമോ, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ വിഷമങ്ങൾ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. ആദ്യം ജമാഅത്ത് ഇസ്ലാമി ഇതിനെ തള്ളിപ്പറഞ്ഞു, പിന്നീട് MES അതിനെ തള്ളിപ്പറഞ്ഞു, MSS പറഞ്ഞു അങ്ങനെ വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ വാർത്ത എഴുതിയോനാ പറയുന്നത്, വാർത്ത കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഈ രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ നേരത്തെ ഈ വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വന്ന ഒരു സർക്കുലറുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വിവാദം ഉണ്ടായപ്പോ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം 16 ആക്കണം എന്ന് പറഞ്ഞ കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ 3 മാസം കഴിഞ്ഞപ്പോ ഈ ചർച്ച വന്നപ്പോ പറഞ്ഞു, ഈ വിഷയത്തിൽ നമുക്കൊരു സമന്വയം ഉണ്ടാക്കാം. മുമ്പ് പൊതുവെ സമന്വയം ഉണ്ടാക്കി നടക്കണം, ജീവിച്ചു പോകാനുള്ളത്. സമന്വയം ഉണ്ടാക്കാന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ അവിവേകമായ തീരുമാനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനൊന്നും പെടാത്ത ആളാണ്, ഞാൻ ഇതിനൊന്നും അല്ല എന്ന രീതിയിൽ ഒരു മാന്യനായി ചമയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ശരീഅത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്ന കാലത്തൊക്കെ ഒന്നുകിൽ ഈ സമുദായത്തെ അപമാനിക്കുകയോ അല്ലെങ്കിൽ ശത്രുവിന്റെ പക്ഷത്ത് ചേരുകയോ ചെയ്ത പാരമ്പര്യമുള്ള ആളാണ് ബഹുമാനപ്പെട്ട കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാർ. ഒരു ചാനൽ ചർച്ചയിൽ ഇസ്ലാമിലെ ബഹുഭാരിത്വത്തെക്കുറിച്ച് ചർച്ച വന്നു. അപ്പൊ ഇസ്ലാമിലെ ബഹുഭാരിത്വത്തെക്കുറിച്ച് ചർച്ച വന്നപ്പോൾ ഇസ്ലാമിൽ ബഹുഭാരിത്വം അംഗീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ ഈ മഹാൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? ഒരു പുരുഷൻ വിവാഹം കഴിച്ചു, അവനൊരു ഭാര്യയുണ്ട്. പക്ഷെ ഈ ഭാര്യയെ ഒരു ഭാര്യയേ ഉള്ളൂവെങ്കിൽ ഈ ഭാര്യയെ എല്ലാ സമയത്തും അവന്റെ ആവശ്യങ്ങൾക്ക് കിട്ടൂലല്ലോ. അപ്പൊ അവൾക്ക് ആർത്തവവും മറ്റു അശുദ്ധിയൊക്കെ ഉള്ള സമയത്തും ഇദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം അതിന് ഇടതടവില്ലാതെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്ലാം ബഹുഭാര്യത്വം അനുഭവിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തിന്റെ പ്രസക്തി പറയാൻ ദുനിയാവിൽ എന്തെല്ലാം ന്യായങ്ങളുണ്ട്. ഇത് പറഞ്ഞ് ഈ സമുദായത്തെ അപമാനിച്ച ആളാണ്. ഇപ്പൊ മാന്യനായിട്ട് പറയാണ്, വലിയ മാന്യനായിട്ട് പറയാണ്. അതും ശരിയായില്ല. മതസംഘടനകൾ കൂടിയാലോചിച്ചില്ല, അവിവേകപൂർവ്വം ചെയ്തു. മൂപ്പരും എല്ലാ കാര്യം വളരെ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഇന്ന് പലരും അതിനു വേണ്ടിയിട്ട് വലിയ മാന്യന്മാരായി ചമയുകയും ചില ആളുകൾ മൗനം പാലിക്കുന്നു, ചില ആളുകൾ ഞങ്ങൾ ഈ ലോകത്തൊന്നുമല്ല ജീവിച്ചിരിക്കുന്നത് എന്നുള്ളവർക്ക് മിണ്ടാതിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സമസ്ത കേരള ജമീയത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇസ്ലാമിക ശരീഅത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ത്യയെ പോലെയുള്ള ഒരു ബഹുമത രാജ്യമാണെങ്കിൽ പോലും ഈ രാഷ്ട്രത്തിൽ ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തെ നിഷേധിക്കുന്ന, അതിനെ ലംഘിക്കുന്ന ഒരു സംഗതി. രണ്ടാമത്തെ കാര്യം, മുസ്ലിംകൾക്ക് വ്യക്തി നിയമത്തിൽ അനുമതി നൽകുന്നൊരു സംഗതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നിയമം മൂലം നിരോധിക്കപ്പെടുക മാത്രമല്ല, ആ നിയമം ലംഘിക്കപ്പെടുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരായ പാവപ്പെട്ട രക്ഷിതാക്കളും പള്ളികളിലെ ആദരണീയരായ ഉസ്താദുമാർ പോലും കോടതിയിൽ കയറേണ്ട 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ട ക്രിമിനൽ പ്രതികളായി മാറുന്ന വളരെ അപകടകരമായ സാഹചര്യം വന്നപ്പോ എന്ത് വില കൊടുത്തും ഇതിനെ മറികടക്കാൻ ആവശ്യമായ ഒരു നിയമപരീക്ഷ ലഭ്യമാക്കാൻ എന്തുണ്ട് വഴി എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഏത് മതസംഘടനകൾ കൂടെ നിന്നാലും കൂടെ നിന്നിട്ടില്ലെങ്കിലും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആ ദൌത്യത്തിന്റെ നിർവഹണത്തിനു വേണ്ടി ആ നിയമപരീക്ഷ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇവിടെ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ കടന്നു വന്നപ്പോൾ ഒരുപാട് പ്രചാരണങ്ങൾ എന്താ 18 ആക്കിക്കൂടെ, 18 ഞങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവിടെ 16 വിവാഹം കഴിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല, 18 വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, 20 കഴിക്കാൻ പാടുള്ളൂ പറഞ്ഞിട്ടില്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കേണ്ടത് എപ്പോഴാണ് എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ല, പത്രക്കാരല്ല, ഭരണാധികാരികളല്ല, നാട്ടുകാരല്ല, സംഘടനകളല്ല. ആ കുട്ടിക്ക് ജന്മം നൽകിയ വാപ്പാക്കും ഉമ്മാക്കും അറിയാം അവളെ കല്യാണം കഴിക്കാൻ സമയമായിട്ടുണ്ടോ എന്ന്. അവൾക്ക് അതിനുള്ള പാകതയും പക്വതയും മാനസിക ശാരീരിക ആരോഗ്യവും പ്രായപൂർത്തിക്കെത്തി എന്ന് രക്ഷിതാക്കൾക്ക് തോന്നുകയും യോജിച്ച വിവാഹാലോചനകൾ വന്നാൽ അപ്പൊ 18 ആയിട്ടില്ല എന്ന് പറയുന്നത് അവരുടെ മൗലികമായ അവകാശങ്ങളുടെ ലംഘനമാണ്. ഇനി 18 താഴെ വിവാഹം കഴിക്കുന്ന ചില പ്രത്യേക സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സാഹചര്യവും നിഷേധിക്കാൻ കഴിയില്ല. ഞാൻ ഉദാഹരണം പറയാം. ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള ഒരു പിതാവ്, ആ പെണ്ണിന് 15 16 വയസ്സായിട്ടുള്ളൂ. ഇയാൾ ഗൾഫിലാണ്.
ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളാണ്, നല്ല വരുമാനമുള്ള ആളാണ്, നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജീവിക്കുന്ന ആളാണ്. ഇയാൾ പെട്ടെന്ന് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് പെട്ടെന്ന് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു പോന്നു. അയാൾ RCCയിൽ പ്രവേശിപ്പിച്ചു. ക്യാൻസർ രോഗം മൂർച്ഛിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ കാര്യം അപകടനില തരണം ചെയ്യാൻ കഴിയില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. ഈ മനുഷ്യൻ പറയാണ്, ഞാൻ ഏതായാലും അസുഖത്തിൽപ്പെട്ടു, എന്റെ ഒരു മകളുണ്ട്, ഞാൻ കണ്ണടക്കുന്നതിന് മുമ്പ് അവളൊന്ന് വിവാഹം കഴിച്ച് കാണാൻ എനിക്കൊരാഗ്രഹമുണ്ട്. ഒരു വാപ്പാന്റെ ആഗ്രഹം. അവിടെ എന്താ പറയേണ്ടത്? അവളെ വിവാഹം കഴിക്കാനുള്ള ശാരീരിക മാനസിക പക്വത എത്തിയിട്ടുണ്ട്, പ്രായപൂർത്തി എത്തിയിട്ടുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള ഏക തടസ്സം ഒരു ശൈശവ വിവാഹ നിരോധന നിയമമാണെങ്കിൽ മാനുഷിക പരിഗണനയുടെ പേരെങ്കിലും ഇതിന് നിയമപരീക്ഷ വേണ്ടേ? നാട്ടിൽ അനാഥ പെൺകുട്ടി, പിതാവ് മരിച്ചു എന്ന് സങ്കല്പിക്കുക. പിതാവ് മരണപ്പെട്ടാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 15-16 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇനി എന്റെ ജീവിതം ത്തിനൊരു സുരക്ഷിതത്വം നേടണമെങ്കിൽ എനിക്ക് വിവാഹിതയാവുമല്ലാതെ വഴിയില്ല. എന്റെ പിതാവ് മരണപ്പെട്ടു, എനിക്ക് സഹോദരന്മാരില്ല, ഞാൻ അനാഥമാരികയാണ്. അവളോട് എന്താ പറയേണ്ടത്? നീ 2 കൊല്ലം കൂടി ഇങ്ങനെ ഏകാന്ത പതികയായിട്ട് അനാഥമാരിയായിട്ട് കഴിഞ്ഞോളണം. നിയമം എന്ന് പറയുന്നത് മനുഷ്യന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യനെ അടങ്ങാറാക്കാനുള്ളതല്ല. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും അത് അടിച്ചേൽപ്പിക്കപ്പെടുകയും അതിന്റെ പേരിൽ സമൂഹം, മനുഷ്യൻ, കുടുംബങ്ങളും രക്ഷിതാക്കളും ഒക്കെ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇതിന് ശ്രമം നടത്തിയത്. രണ്ടാമത്തെ കാര്യം, ഈ 18-21 എവിടുന്ന് വന്നതാണ്? ഈ 18-21 എന്ന് പറയുന്ന പ്രായപരിധി എവിടെ നിന്ന് വന്നതാണ്? 18-21 എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒരേ ഒരു ഭാഗം എന്ന് പറയുന്നത് ഹിന്ദു വിവാഹ നിയമത്തിൽ മാത്രമാണ്. ഞാൻ ആ നിയമത്തെ പരിഹസിക്കാനോ അതിന് ചെറുതാക്കി കാണിക്കാനോ വേണ്ടി പറയല്ല. ഹിന്ദു വിവാഹ നിയമത്തിൽ 18-21 എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ സമുദായത്തിന് മാത്രം ബാധ്യതപ്പെട്ടതാണ്, അവർക്ക് മാത്രം ബാധകമാണ്. ശൈശവ വിവാഹ നിരോധനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ ഹിന്ദു വിവാഹ നിയമത്തിലെ പ്രായപരിധി മറ്റു സമുദായങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏക സിവിൽ കോഡിലേക്കുള്ള വാതിൽ തുറക്കലാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതെല്ലാവർക്കും മനസ്സിലാവൂല. നരേന്ദ്രമോദി നല്ല മനുഷ്യനാന്ന് പറയുന്ന കാന്തപുരത്തിന് ഏക സിവിൽ കോഡിന് എതിർക്കാൻ കഴിയൂല. മുസ്ലിം വ്യക്തി നിയമ പരിഷ്കരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി നിയമ പരിഷ്കരണത്തിന്റെ മറവിൽ ശരീഅത്ത് വിരുദ്ധ ചർച്ചകളിലേക്ക് സമുദായത്തെ കൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയൂല. പലപ്പോഴും ഇസ്ലാമിക ശരീഅത്തിൽ മാറ്റം വരുത്തണമെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന MESന്റെ ഫസൽ ഗഫൂറിന്റെ വാപ്പാക്കോ ഒരു കാലത്തും തിരിഞ്ഞിട്ടില്ല. ഈ വിഷയങ്ങളിലൊക്കെ സൂക്ഷ്മതയോടുകൂടി വിഷയങ്ങൾ അന്വേഷിക്കാനും മനസ്സിലാക്കാനും അതിൽ സമുദായത്തിൽ വ്യക്തതയുള്ള നിലപാട് സ്വീകരിക്കാനും എല്ലാ കാലത്തും ഉണ്ടായത് സമസ്ത കേരള ജമിയത്തിലും മാത്രമാണ്. ഈ സമസ്ത കേരള ജമിയത്തിലും ഈ വിഷയത്തെക്കുറിച്ചും പറയുന്നു. മുസ്ലിം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തടയുന്നു എന്ന പ്രയോഗമൊക്കെ ആരോടാ പറയുന്നത്? സമസ്ത കേരള ജമിയത്തിലുമേ പോലെയുള്ള പണ്ഡിത പ്രസ്ഥാനത്തോട്. മുസ്ലിം പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം തടയാനാണ് ഈ 18 വയസ്സിന് താഴെ വിവാഹം കഴിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞാൽ അവിടെ വിദ്യാഭ്യാസം നടക്കില്ല എന്ന് പറഞ്ഞാൽ അത്ര മോശക്കാരാ മനുഷ്യന്മാർ. വിവാഹിതരായതിനു ശേഷം എത്ര വിദ്യാഭ്യാസം നടക്കുന്നു? പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ വിവാഹം വിദ്യാഭ്യാസം തടസ്സമല്ല. പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ വിവാഹം കഴിക്കാതെ 18 വയസ്സ് വരെ നീട്ടിയിട്ടുള്ള കാര്യം. ഇത്തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ വ്യാപകമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സമുദായത്തിനകത്തും പുറത്തുമുള്ള ചില ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിലെ വിവാഹപ്രായങ്ങൾ നിശ്ചയിക്കപ്പെട്ട രാജ്യത്തെ കണക്കുകൾ പോലും പരിശോധിച്ചാൽ അവിടെ 18 എന്ന് പറയുന്നത് അപൂർവം മാത്രമാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമായി പറയുന്ന വത്തിക്കാൻ സിറ്റിയിൽ 14 വയസ്സാണ്. 14 വയസ്സാണ് എന്ന് പറഞ്ഞാൽ PC ജോർജിന്റെ ഹറം എന്ന് പറയുന്ന സ്ഥലത്ത് 14 വയസ്സാണ്. ആ PC ജോർജാണ് ഇവിടെ വന്നിട്ട് ഈ മൊല്ലാക്കമാർ സംസ്കാരശൂന്യരാണെന്ന് പ്രസംഗിക്കുന്നത്. ഇവന്റെ ആസ്ഥാനത്ത് 14 വയസ്സാണ് പെണ്ണ് കെട്ടിക്കാനുള്ള പ്രായം. റഷ്യയിൽ 16 വയസ്സാണ്. ഇവിടെ ഇപ്പോ നമ്മുടെ പുരോഗമന രാഷ്ട്രീയക്കാരൊക്കെ വലിയ സമരം നടത്തുകയാണ്. അവന്റെ ആസ്ഥാനത്ത് റഷ്യയിൽ 16 വയസ്സാണ്. ലോകത്ത് 94 രാജ്യങ്ങളിൽ 17 രാജ്യങ്ങളിലെ വിവാഹത്തിന് പ്രായം പോലും രാജ്യം നിർണ്ണയിക്കുന്നു. ബാക്കിയൊക്കെ രക്ഷിതാക്കളുടെ തീരുമാനത്തിനനുസരിച്ച് വിട്ടതാണ്.
ഇത് ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ കൊച്ചു പെൺകുട്ടികളെ വിവാഹം കഴിച്ചുകൊണ്ട് കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടല്ല. പ്രായപൂർത്തിയായ സമയത്ത് അതിനുള്ള പക്വതയും മാനസിക ശാരീരിക ആരോഗ്യവും എത്തിക്കഴിഞ്ഞെങ്കിൽ ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ മനുഷ്യന് വഴിതെറ്റാനുള്ള സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രായപൂർത്തിയും പക്വതയും അതിനാവശ്യമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഒരു പെൺകുട്ടി വളർന്നു വന്നാൽ, ഒരു ആൺകുട്ടി വളർന്നു വന്നാൽ അവന് അതത് സമയങ്ങളിൽ വിവാഹം കഴിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ലൈംഗിക വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായത്തിന്റെ പ്രത്യേകതയാണ്. ലൈംഗിക വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമുദായത്തിനെ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. സദാചാരബോധം എന്റെ കുടുംബത്തിലും എന്റെ മക്കളിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാവിനാണ് അതിന്റെ ഗൗരവം തിരിച്ചറിയുള്ളൂ. വ്യഭിചാരം പാപമാണ്, ദാമ്പത്യം പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമുദായത്തിനെ ഇതിന്റെ ഗൗരവം തിരിച്ചറിയാൻ കഴിയുള്ളൂ. ആ ഗൗരവം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ നിലപാടിൽ ഉറച്ച നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് അടുത്ത ഏതാനും ദിവസങ്ങൾക്കകം ഒരു പ്രഖ്യാപനം നടക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരിട്ടുള്ള കാർമ്മികത്വത്തിൽ കോഴിക്കോട് പട്ടണത്തിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ചരിത്രത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ ഒരു ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കാൻ പോവാണ്. ഈ രീതിയിൽ ഈ മുസ്ലിം സമുദായത്തിന്റെ അസ്തിത്വ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നിയമവിധേയമായ മാർഗത്തിലൂടെ ഇത്തരത്തിലുള്ള വഴികൾ തേടിക്കൊണ്ട് ഈ സംഘടന മുന്നോട്ട് പോവാണ്. പിന്നെ ഇവിടെ ഇപ്പോ വലിയ ബാലികമാരോടും പെൺകുട്ടികളോടുമൊക്കെ വലിയ പ്രണയം തോന്നിക്കുന്ന, അവിടൊക്കെ സുരക്ഷിതത്വത്തിന്റെ പേരിൽ ഇപ്പോ ജനങ്ങൾക്കിടയിൽ വലിയ മാന്യന്മാരായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ, അവർക്ക് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലടക്കം യത്തീംഖാന നടത്തിയിട്ട് ഈ പെൺകുട്ടികളോടൊക്കെ ഏത് രീതിയിലാണ് പെരുമാറിയതെന്ന് നാട്ടുകാർ അറിയും. ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇവരാണ് സമൂഹത്തിൽ നല്ല ആളുകളായി മാന്യന്മാരായി ചമഞ്ഞുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് പരിഹസിക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പത്രങ്ങളും പേജുകളും ഒക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, 86 വർഷക്കാലമായി ആ പ്രസ്ഥാനം മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ സമുദായത്തോട് സംസാരിച്ചത്. മതത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി സംസാരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ സ്വാഭാവികമായും അതിന് മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ മറ്റു മതസംഘടനകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്, അവർ സ്വന്തം സംഘടനാ താൽപര്യങ്ങൾക്കും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് മതത്തിന്റെ പ്രമാണങ്ങളെ ആവശ്യാനുസരണം ദുർവ്യാഖ്യാനം ചെയ്തവരാണ്. അവർക്ക് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ താൽപര്യത്തിന് ഇങ്ങനെ മുന്നോട്ട് പോവാം. ഇവിടെ ശുദ്ധമായ തൗഹീദുമായിട്ട് വന്ന മുജാഹിദ് പ്രസ്ഥാനം പോലും 4, 5, 6 ഗ്രൂപ്പ് പോകാൻ കാരണം എന്താ? അവർ പ്രമാണങ്ങൾക്ക് വിധേയമായിട്ടല്ല സമുദായത്തോട് സംസാരിച്ചത്. അവർ സമുദായത്തോട് സംസാരിച്ചത് സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും സംഘടനാ താൽപര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മതപ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് ഈ സമുദായത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത്? നമ്മുടെ കേരളത്തിലെ മലബാറിലെ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇവർ ശിർക്ക് ചെയ്യുന്നവരാണ് എന്നാരോപിച്ചവരായിരുന്നു. നൂറ്റാണ്ടുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ആചരിച്ച് അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് ആചാരങ്ങളെയും സുഹൃതങ്ങളെയും ഒക്കെ നോക്കിയിട്ട് ഇതെല്ലാം ശിർക്കാണ്, ജീർണതയാണ്, അനാചാരമാണ്, അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ മുഴുവനും ശിർക്ക് ചെയ്യുന്നവരാക്കി ബഹുദൈവ വിശ്വാസത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ടാണ് ഈ സമുദായത്തെ ക്രൂരമായി ആക്ഷേപിച്ചത്. ആ തൗഹീദിന്റെ നിർവചനം നിരന്തരമായി ഓരോ 5 വർഷം കൂടുമ്പോഴും മാറ്റിപ്പറഞ്ഞ് ആ പ്രസ്ഥാനം ഇപ്പൊ എവിടെ തിന്നു വെച്ചാൽ പരസ്പരം ശിർക്കാരോപിക്കുന്നവരായി. അപ്പൊ സുന്നികൾക്കെതിരല്ല ശിർക്കാരോപിക്കുന്നത്. ഒരാൾ പറയുന്നു സക്കരിയ സലാഹി കാഫിറാണ്, വേറെ കൂട്ടർ പറയുന്നു ഈ TP അബ്ദുൽ ഖാദർ മദീനിയുടെ ടീം അവർ ശിർക്ക് ചെയ്യുന്നവരാണ്, വേറെ കൂട്ടർ പറയുന്നു ഇവരൊരിക്കലും തൗഹീദിന്റെ യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായിട്ട് അംഗീകരിക്കാൻ പാടില്ല. ഇങ്ങനെ പരസ്പരം ഷിർക്കും കുഫറും ആരോപിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം പിളർന്ന് എന്ന് മാത്രമല്ല 4ഉം 5ഉം കഷ്ടങ്ങളായിട്ട് മാറിയിരിക്കുന്നു. എന്താ കാരണം? ആ പിളർപ്പ് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ പേരിലാണ്. ഒരു കൂട്ടർ പറയാണ് ജിന്ന് എന്ന് പറയുന്ന വിഭാഗം തന്നെയല്ല, അത് ഇതേപോലത്തെ പ്രാണികളാണ്. ഈ കാണുന്ന പ്രാണികളുണ്ടല്ലോ, ഇവർക്ക് വല്ലതും ചെയ്യാൻ കഴിയുമോ?
ഈ പ്രാണികളാണ്, ബാക്ടീരിയകളാണ്, കൊതുകുകളാണ്, ഉറുമ്പുകളാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതൊന്നൊരു മുഖവിലക്കെടുക്കേണ്ട വിഭാഗമല്ല. അപ്പൊ വേറെ കൂട്ടർ പറയണം, അല്ല, ജിന്ന് എന്ന് പറയുന്നത് അവർക്ക് മറഞ്ഞ വഴിയിലൂടെ ഉപകാര ഉപദ്രവമൊക്കെ ചെയ്യാൻ കഴിയും, പക്ഷെ അവരുടെ സഹായം സ്വീകരിക്കാൻ പാടില്ല. മൂന്നാമത്തെ വേറെ കക്ഷി പറയാണ്, അവർക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയും, നല്ല ജിന്നുകളാണെങ്കിൽ, ഉപകാരം ചെയ്യാവുന്ന ജിന്നുകളാണെങ്കിൽ അവരുടെ ഉപകാരം സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ 3-4 അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഒരു 4ാം ഗ്രൂപ്പ് വന്നിട്ട് പറഞ്ഞു, ഈ സംഘടനകൾ തന്നെ ബിദ്അത്താണ്, സംഘടനകൾ തന്നെ ബിദ്അത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും ജനബോഡിയും കമ്മിറ്റിയൊന്നുമില്ല. അപ്പൊ സംഘടനകൾ തന്നെ ബിദ്അത്താണ്. സംഘടന ബിദ്അത്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് മൂപ്പര് വേറെ സംഘടന ഉണ്ടാക്കി, 4ാം ഗ്രൂപ്പ്. അപ്പൊ വേറെ ചില ISMന്റെ യുവ നേതാക്കന്മാർക്ക് തോന്നി, നമ്മൾ വെറുതെ തന്നെ ഈ സംഘടന ഇസ്ലാഹി പ്രഭാഷണമൊക്കെ ഇട്ട് നടക്കണില്ലേറെ ഈ ജിന്നിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ കൂടെ കൂടിയാൽ കുറച്ച് കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാണ്. ഇപ്പൊ ISMന്റെ 2-3 യുവ നേതാക്കൾ ജിന്നിനെ അടിച്ചിറക്കുന്ന ചികിത്സാ കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട്. ആര്? മുജാഹിദിന്റെ ആളുകൾ. സമസ്ത കേരള ജമീയത്തിലുമാ അന്നും ഇന്നും എന്നും ഇതിനെക്കുറിച്ച് ഒന്നേ പറയാനുള്ളൂ, ഇവർക്ക് മറഞ്ഞ വഴിയിലൂടെ സഹായവും ഉപദ്രവമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗം തന്നെയാണ്. അതിന് സമസ്ത കേരള ജമീയത്തിലും ഒരിടത്തും അതിന്റെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അതിന്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലോ ഓഫീസിലോ ഇന്നുവരെ ജിന്നിനെ അടിച്ചിറക്കപ്പെടും എന്ന് പറയുന്ന ഒരു നോട്ടീസോ ബോർഡോ ദൂരെ വെച്ചിട്ടില്ല. അത് സംഘടനാപരമായിട്ട് ഏർപ്പാടായിട്ട് കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ എല്ലാവരും വെബ്സൈറ്റ് ഒക്കെ നോക്കുന്ന ആളുകളാണ്. hifzul.com എന്ന് നോക്കിയാൽ ISMന്റെ യുവ നേതാവുണ്ട് ഹിഫ്തുർ റഹ്മാൻ, മഞ്ചേരി പാണ്ടിക്കാടിനടുത്ത് ചമ്പ്രശ്ശേരിയിലുള്ള ഹിഫ്തുർ റഹ്മാൻ ISMന്റെ സംസ്ഥാന നേതാവായിരുന്നു. അയാളുടെ വെബ്സൈറ്റാണ്. അതിൽ പറയും ജിന്നിനെ അടിച്ചിറക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ലിസ്റ്റും ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ട്. ജിന്നിനെ അടിച്ചിറക്കുക, ഉൾക്കുമന്ത്രമൊക്കെ ശിർക്കിയിരുന്നൊരു കാലത്ത്. ഇപ്പൊ മന്ത്രിച്ചൂതും, നമ്മൾ ഉസ്താദ്മാരുടെ അടുത്ത് പോയി മന്ത്രിച്ചൂതും എങ്ങനെയാണ്? നമ്മളെ വിഷയമൊക്കെ പോയി പറയും, അവർ നമ്മളെ കയ്യിലേക്ക് നമ്മുടെ ശിരസിലേക്കൊക്കെ മന്ത്രിച്ചൂതും, നമ്മളെ ആശ്വാസം പൊട്ടിച്ചു വരും. മുജാഹിദ് മന്ത്രിച്ചൂതുമ്പോ മന്ത്രത്തിലുമാണല്ലോ ഒരു പരിഷ്കരണം, അതിലും നവോത്ഥാനമാണല്ലോ. അത് മന്ത്രിച്ചൂതുമ്പോ ഈ മന്ത്രിച്ചൂതുന്ന കാറ്റ് പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ ഈ ആളുടെ ശരീരത്തിൽ തന്നെ കൃത്യമായി മുഴുവനായി എത്തിയിരിക്കണം. ഇയാൾക്ക് അത്ര ആത്മാർത്ഥന മന്ത്രിച്ചൂതാൻ, ഇയാൾ PC പൈപ്പിലൂടെ മന്ത്രിച്ചൂതാൻ. ഞാൻ തമാശ പറയുന്നതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ രാവിലെ ബസ് കയറിൽ പോയി കാണാവുന്ന സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഒരു കാലത്ത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, സൂഫിവര്യന്മാർ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന മഹാന്മാർ, അവരൊക്കെ ശിർക്ക് ചെയ്യുന്നവർ, അന്ധവിശ്വാസികൾ, അനാചാരം ചെയ്യുന്നവർ, ജീർണത ബാധിച്ചവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമ്പരാഗതമായ പണ്ഡിതന്മാരെ തള്ളിപ്പറയുകയും അവരെ ശിർക്ക് ചെയ്യുന്നവരായി സമുദായത്തിൽ നിന്ന് പുറത്താക്കി ബഹുദൈവ വിശ്വാസത്തിന്റെ പട്ടികയിൽ പെടുത്തിയിരുന്ന ആളുകളാണ് ഇന്ന് അവരുടെ ഓരോ പഠനത്തിന്റെയും ഗവേഷണത്തിന്റെയും മനനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള വഴികളിലേക്ക് എത്തിയത്. 4-5 ഗ്രൂപ്പൊക്കെ കഴിഞ്ഞ 6ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരാളല്ല, ഓരോ ഒറ്റയാൾ മുക്തികളാണ്. ഓരോക്കോരോ വീട്ടിലിരുന്നിട്ട് മദ്രസയിൽ ഉസ്താദുമാര് പരീക്ഷയുടെ ഉത്തരപേപ്പർ നോക്കുന്ന പോലെ സ്വഹീൽ ബുഖാരി മുസ്ലിം ഒക്കെ നിവർത്തിച്ചിട്ട് ഈ ഹദീസ് സ്വീകരിക്കാം, ഇത് സ്വീകരിക്കാൻ പറ്റൂല, ഓനോന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ തീരുമാനിക്കും. ഇങ്ങനെ മതത്തിന്റെ പ്രമാണങ്ങളെ കൊണ്ട്, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ പേരിൽ വിശുദ്ധമായ ഹദീസുകളെ കൊണ്ട്, വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സമുദായത്തെ ഇങ്ങനെ കോമാളി കളിപ്പിക്കുന്ന ഒരു ഏർപ്പാടിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം അധപ്പതിച്ചതിന്റെ കാരണം എന്താണ്? ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും സ്വന്തം ഇംഗിതങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്തതിന്റെ തിക്തഫലമാണ് ആ പ്രസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിലാണ്. അതിന്റെ മറ്റൊരു ഭാഗമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാന്തപുരം വിഭാഗം എത്തിപ്പെട്ടിട്ടുള്ള സാഹചര്യം. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ ബഹുമാന്യനായ അലവി ദാരിമി അതിന്റെ ചലിക്കുന്ന തെളിവുകളോടുകൂടി നിങ്ങളുടെ മുമ്പിൽ അത് വിശദീകരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വസ്തു കൊണ്ടുവന്നിട്ട് ഇത് പ്രവാചകന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോ സമസ്ത കേരള ജമിയത്തുലമയും അതിന്റെ പോഷക ഘടകങ്ങളും അവരെ അന്ധമായി ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഉള്ള നിലപാടല്ല സ്വീകരിച്ചത്. നിങ്ങൾക്കതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അക്കാലയളവിലുള്ള പത്രകോളങ്ങളും അതിന്റെ പ്രഭാഷണ സീഡുകളും ശ്രദ്ധിച്ചാൽ അറിയാം എത്ര മാന്യമായ ഒരു സമീപനമാണ് സമസ്തയുടെ ഭാഗത്തുണ്ടായത്.
2005-ലോ 2006-ലോ ഇവരെ കോളേജിലൊരു ഇതേപോലെ സാധനം എത്തിയിട്ടുണ്ട്, പ്രവാചകന്റെ പേരിലാണത് പറയപ്പെടുന്നത് എന്നറിഞ്ഞപ്പോ ആരോടും പുറത്തു പറയുകയോ പ്രചരിപ്പിക്കുകയോ അതിന്റെ ആധികാരികത ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വളരെ മാന്യമായി നമ്മുടെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കാന്തൂരി പി അബൂക്കർ മുസ്ലിം ടെലഫോൺ നമ്പറിൽ നേരിട്ട് വിളിച്ചു. ഉസ്താദെ എന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്, ഞാൻ അതിന് സാക്ഷിയാണ്. ഉസ്താദെ, ഇത് അബ്ദുൽ ഹമീദ് ഫൈസിയാണ്, കോഴിക്കോട് ഇസ്ലാമിക് സെന്റർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുകേശമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിൽ ഒരു തിരുകേശം കിട്ടുമ്പോൾ സ്വാഭാവികമായി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ആഹാരം ഇന്ന് ലോകത്തില്ല എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുജാഹിദ് പ്രസ്ഥാനക്കാരൊക്കെ വല്ലാതെ അതിന്റെ പേരിൽ നമ്മളെ കളിയാക്കുന്നുണ്ട്, സുന്നികളെ. അപ്പൊ ഈ വിവിധ ആശയ സംവാദ വേദികളൊക്കെ പോകുമ്പോൾ ഇവരിങ്ങനെ വല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ചൊരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു സുന്നത്ത് ജമാഅത്തിന്റെ താല്പര്യപ്രകാരമാണ്, സംഘടനാ താല്പര്യം എന്നുള്ളതല്ല. അഥവാ ഇങ്ങനൊരു ആഹാർ തന്നെ ദുനിയാവിലില്ല, ആരുടെ കൈവശവുമില്ല, അതിന് യാതൊരു ഉണ്ടെങ്കിൽ തന്നെ അതിന് പവിത്രതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടച്ചാക്ഷേപിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പശ്ചാത്തലത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ബിദായി പ്രസ്ഥാനക്കാരെ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട് വിശദീകരണം കൊടുക്കാനാണ്. സംഗതി നിങ്ങളെ കയ്യിലാണെങ്കിലും സുന്നികളെ പറ്റിയാണുള്ള ആക്ഷേപം, അതുകൊണ്ട് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൃത്യമായിട്ട് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇങ്ങനെ പെട്ടെന്ന് ഈ കച്ചവടം നടക്കില്ല, ഇതൊക്കെ ആളുകൾ നോക്കാൻ ആളുകളുണ്ട്, ഇതൊക്കെ ചോദിക്കാൻ ആളുകളുണ്ട് മനസ്സിലാക്കി മുമ്പ് തൽക്കാലം പെട്ടി മടക്കി വെച്ചു. പിന്നെ കുറച്ചു കാലത്തിനൊന്നും കണ്ടില്ല. പിന്നെ അതിനുശേഷമുണ്ട്, നമ്മളിപ്പോ ഒരു കല്യാണമൊക്കെ നടത്തുകയാണെങ്കിൽ സാധാരണ കാരണന്മാർ വീട്ടിൽ ഉപ്പ എല്ലാ മക്കളെയും അയൽവാസികളൊക്കെ വിളിച്ചു, നാളെ നമ്മൾ കല്യാണമാണ്, അപ്പൊ നീ ആ ഭക്ഷണം വിളമ്പിനോട് നിൽക്കണം. മറ്റോട് പറയും, നീ ആ ചോറ് പാചകം ചെയ്യുന്നിടത്ത് നിങ്ങൾ 1-2 പ്രധാനപ്പെട്ട 2 ആൾക്കാർ വേണം. അതേപോലെ സപ്ലൈ ചെയ്യുന്നിടത്ത് പ്രധാനപ്പെട്ട ഒരാൾ വേണം. അങ്ങനെ വാഹനങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീകളെ ഭാഗം ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഏൽപ്പിക്കുമല്ലോ. അതേപോലെ ഇയാളുടെ ഒരു ദിവസം യോഗം വിളിച്ചിട്ട് നമ്മുടെ മർക്കസ് സമ്മേളനമാണ് അടുത്ത മാസം, അപ്പൊ പ്രധാനപ്പെട്ട ചില പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലി ഏൽപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു ശിഷ്യനെ ഏൽപ്പിച്ച ജോലി, മോനെ നീ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സ്വപ്നം കാണണം. അപ്പൊ സ്വപ്നം കാണാൻ മാത്രം പോരാ, സ്വപ്നത്തിൽ 2 കഥാപാത്രങ്ങൾ നിർബന്ധമാണ്. ഒന്ന് കാന്തൂറുണ്ടാണോ, ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാലുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് വാഴ്ന്നു പറഞ്ഞോളണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം നെയ്യത്ത് കൈവച്ചെന്ന് ആലോചിച്ച് നോക്കൂ. ആ സ്വപ്നക്കഥകളുടെ പേരിൽ ഞാൻ ഒറ്റ കഥയും പറയുന്നില്ല, അതൊക്കെ വളരെ നിന്ദ്യമായ വാക്കുകളാണ്. എത്രയോ കള്ള സ്വപ്നക്കഥകൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ആദ്യമായി മതപ്രഭാഷണങ്ങളിലൂടെ നിരന്തരമായി കളവ് പറയുകയും കളവ് പറയപ്പെട്ട ആ മതപ്രഭാഷണ സീഡികൾ ആ വിഭാഗത്തിന്റെ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ പ്രസിദ്ധീകരിച്ച് നാട് മുഴുവൻ സൗജന്യ നിരക്കിലൂടെ വിതരണം ചെയ്ത് ഈ മനുഷ്യൻ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും വേണ്ടി വരാനിരിക്കുന്ന വലിയൊരു ചൂഷണത്തിന്റെ മുന്നോടിയായി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തു. എന്നിട്ട് അങ്ങനത്തെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കിയെടുത്തിട്ട് 2011 ജനുവരി 9 ഇവിടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സ്വപ്നദർശനത്തിലൂടെ നിർദ്ദേശിച്ചത് പ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് കൂടി കൈമാറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളോടുള്ള സംഘടനാ വിരോധം ഉണ്ടായിരുന്നെങ്കിൽ, മറ്റെന്തെങ്കിലുമുള്ള വിരോധമുണ്ടായിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾ മറുപടിയേറ്റ് ഇറങ്ങായിരുന്നല്ലോ. പിറ്റേ ദിവസം നിങ്ങൾക്കെതിരെ പ്രസ്താവനയുമായി വരാമായിരുന്നല്ലോ. സമസ്ത കേരള ജമിയത്തുലമയോ അതിന്റെ പോഷകഘടകങ്ങളോ അതിനെതിരായ ഒരു വാക്കുപോലും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച് മാസം 25-ാം തീയതിയാണ് കോഴിക്കോട്ട് സമ്മേളനം നടത്തിയിട്ട് മാന്യമായ ഭാഷയിൽ ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? അങ്ങനെ SKSF അങ്ങനെ സംസ്ഥാന കമ്മിറ്റി യോഗം സമ്മേളനം സംഘടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് അതിന് തൊട്ട് മുമ്പ് ചേർന്ന സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഒരു യോഗ തീരുമാനപ്രകാരമാണ്. ആ യോഗത്തിൽ ചർച്ച ചെയ്തു, ഇവരിങ്ങനെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അത് സൂക്ഷിക്കാൻ 40 കോടി
രൂപയുടെ പള്ളി നിർമ്മിക്കുന്നു എന്ന് പറയുന്നു. അതിനുവേണ്ടി വ്യാപകമായി പ്രചരണം നടക്കുന്നുണ്ട്. ഇത് മുഖ്യ വെള്ളം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പല ക്യാമ്പയിനുകൾ ഇതുമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ആധികാരികത വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഏതാണെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കാൻ ഈ വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത നാട്ടുകാരോട് വിശദീകരിക്കണമെന്ന് മാന്യമായിട്ട് പറയാൻ തീരുമാനിച്ചു. സമസ്ത പറഞ്ഞു, ആദ്യം കുട്ടികൾ പറഞ്ഞോട്ടെ, ഓര് പറഞ്ഞിട്ട് എന്താ ഒരു മറുപടി പറയണേ നോക്ക്, വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാമെന്ന്. അങ്ങനെയാണ് മാർച്ച് 2.5 മാസത്തിന് ശേഷമാണ് ഇവർ കൈമാറിയതിനു ശേഷം 2.5 മാസം കഴിഞ്ഞിട്ടാണ് ഇത് സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിൽ എന്താ ചോദിച്ചത്? നിങ്ങളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് വാദിക്കുന്നു. അങ്ങനെയെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കാനുള്ള അതിന്റെ ആധികാരികത നിങ്ങൾ തെളിയിക്കണം. അത് ആർക്കും ചെയ്യാലോ. ഈ പള്ളിയിൽ ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു ഉസ്താദ് വഅ്ള് പറഞ്ഞു. ആ വഅ്ള് പറഞ്ഞ സമയത്ത് ഉസ്താദ് ഒരു ഹദീസ് ഓതി. ജുമാക്ക് വന്ന ഏതോ ഒരു മനുഷ്യൻ സംശയം, ഇങ്ങനൊരു ഹദീസ് ഉണ്ടോ? അയാൾ എന്താ ചെയ്യാ? ജുമാ കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, അല്ല ഉസ്താദ് നിങ്ങളാ പറഞ്ഞ ഹദീസ് അത് എവിടെയാണുള്ളത്? അത് ആര് റിവായത്ത് ചെയ്താണ്? എന്താ അതിന്റെ ആധികാരിക? ഈ വഅ്ള് പറഞ്ഞ ഉസ്താദ് അയാൾക്ക് നീ അവിടെ എവിടെയെങ്കിലും വായിച്ചു പഠിച്ചതാണെങ്കിലും അയാൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പറയുമ്പോൾ അത് ആധികാരികമാകണം. ഇതേ അന്ന് ചോദിച്ചുള്ളൂ. ഇവരതിനെക്കുറിച്ച് കൃത്യമായ മറുപടിയോ വിശദീകരണങ്ങളോ ഒന്നും നൽകിയില്ല. ഒന്നും നൽകാതെ വന്നപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് കിട്ടി എന്ന് പറയപ്പെടുന്ന കേന്ദ്രത്തിലേക്ക് നമ്മുടെ ആളുകൾ തന്നെ നേരിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ചുരുക്കി പറയാം. ഒന്ന് ബോംബെ എന്നാന്ന് പറഞ്ഞു. ബോംബെയിൽ നേരിട്ട് ചെന്ന് നോക്കുമ്പോ അത് മഹാശുദ്ധ തട്ടിപ്പാണ് എന്ന് മനസ്സിലായി. അവിടുന്ന് കാശ് കൊടുത്തപ്പോ പോയ ആൾ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവന്നു. അവിടെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നപ്പോ കാന്തപുരം തന്നെ പറഞ്ഞു, എനിക്ക് എവിടെ നിന്നാണോ കിട്ടിയത് അവിടുന്ന് തന്നെയാണ് അവർക്കും കിട്ടിയതെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? കാന്തപുരത്തിന്റെ കൈവശമുള്ളത് ഒറിജിനലാണെങ്കിൽ നമ്മുടെ കൈവശമുള്ളത് ഒറിജിനലാണ്. നമ്മുടെ കൈവശമുള്ളത് വ്യാജമാണെങ്കിലോ കാന്തപുരത്തിന്റെ കൈവശമുള്ളത് വ്യാജമാണ്. അപ്പൊ കാന്തപുരത്തോട് ചോദിച്ചു, അല്ല ഉസ്താദ് നമുക്കൊന്ന് പരീക്ഷ നടത്തി നോക്കില്ല, ഇതിന് സനതും തുമ്പും പോലൊന്നുമില്ല, ഒന്ന് പരീക്ഷ നടത്തി നോക്കുക. പരീക്ഷ നടത്താൻ പാടില്ല. കത്തിച്ചാൽ കത്തില്ല, പക്ഷേ കത്തിക്കൂല എന്ന് പറഞ്ഞു. കത്തിച്ചാൽ കത്തില്ല, പക്ഷേ കത്തിക്കൂല. അവസാനം നമ്മൾ കത്തിച്ച് കാണിച്ചു. നമ്മളിത് വിളിച്ച് ടോർച്ചടിച്ച് നിഴലും ശരിക്കും കാണിച്ചു. ഇത് വ്യാജമാണെന്ന് നാട്ടുകാർക്ക് മുമ്പിൽ തെളിയിച്ചു കൊടുത്തു. വേറൊന്ന് അബൂദാബിയിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞു. അബൂദാബിയെ ഖസ്റജി കുടുംബമായിട്ട് അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് ഖസ്റജി കുടുംബത്തിന്റെ കുടുംബനാഥൻ അവിടുത്തെ മൂത്ത സഹോദരൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയൊന്നുമില്ല, എന്റെ അനിയൻ കളവ് പറയുകയാണെന്ന് പറഞ്ഞു. അത് രേഖാമൂലം എഴുതി തന്നു. അതും നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞു. ഇതൊക്കെ ഒരു തെറ്റാണ്. ഒരു മതസംഘടന എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഈ രീതിയിലുള്ള വൃത്തികേടുകൾ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് വ്യാജമാണെങ്കിൽ അത് വ്യാജമാണെന്ന് കേവലം ആരോപണം ഉന്നയിക്കല്ല ചെയ്തത്, അത് വ്യാജമാണെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സ്ഥിരീകരിച്ചു കൊടുത്തു. ആ അർത്ഥത്തിൽ അത് തെളിയിച്ചു കൊടുത്തു. അപ്പോഴാണ് ഈ വ്യാജ വസ്തുവിന് കൃത്രിമമായ കൈമാറ്റ പരമ്പര ഉണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ടിരുന്ന മലയ മുഹമ്മദ് സക്കാഫി ഒരൊറ്റ ചാട്ടോടുന്നു. അയാൾ പറഞ്ഞു, ഞാൻ എന്റെ ഈമാൻ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അതിന് കൃത്രിമമായ കൈമാറ്റ പരമ്പര എഴുതിയുണ്ടാക്കാൻ നിയോഗിക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഞാൻ. എന്റെ വിശ്വാസം അതിനനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതൊക്കെ ഈ നാട്ടുകാർ അറിഞ്ഞില്ലേ? അയാൾ തന്നെ പത്രക്കാരോട് പറഞ്ഞില്ലേ? അങ്ങനെ ഈ രണ്ട് വസ്തുവും വ്യാജമാണെന്നും അത് ഒറിജിനലാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വ്യാജ കൈമാറ്റ പരമ്പര എഴുതിയുണ്ടാക്കിയതാണെന്നും നാട്ടുകാർ അറിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണവും പിന്നെ നമ്മൾ കേട്ടില്ല. മിണ്ടാൻ പാടില്ല സംഘടന തീരുമാനിച്ചു. മിണ്ടാൻ പാടില്ലെന്ന് സംഘടന തീരുമാനിച്ചു. മുടി വിശദീകരണമൊക്കെ നിർത്തി. നമ്മൾ എത്ര ചോദ്യം ചോദിച്ചാലും അപ്പുറത്ത് മിണ്ടൂല. എന്തെല്ലാം ആരോപണം ഉന്നയിച്ചാലും കുറെ കുത്തി നോക്കി പുറത്തു ചാടാൻ ഒന്നും ചെയ്തില്ല. എന്തു പറഞ്ഞാലും മറുപടിയില്ല. സക്കാഫിയൊക്കെ ഇപ്പം ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ പോയാലും മുമ്പിൽ വെട്ടണം എന്നേ പറയുള്ളൂ. മുടി വെട്ടണം എന്ന് പറഞ്ഞാൽ അത് സംഘടനാ വിരുദ്ധ പ്രവർത്തനാണോ എന്നുവരെ പേടിച്ചുപോയി. ഈ സ്വപ്നം കണ്ടിരുന്ന സക്കാഫി അഹ്സനി നിങ്ങളടുത്ത് കൊണ്ടോട്ടി കോളനി റോഡിൽ വന്നിട്ട് പ്രസംഗിച്ചു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ, പക്ഷെ സ്വപ്നകഥകളൊന്നും പറയരുതെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രം ഇവർ ഈ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി. നമ്മുടെ ഭാഗത്ത് എന്ത് ആരോപണം വന്നു കഴിഞ്ഞാലും അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാൻ കഴിയാതെ പൂർണ്ണമായി പിന്മാറി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ്
ഇങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ വരുമ്പോഴും അതിനിടയിൽ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നു. കേരള രാഷ്ട്രീയത്തിലും പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വിഷയം വീണ്ടും വീണ്ടും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകൾക്ക് തന്നെ തോന്നി, അല്ല, ഉസ്താദിന്റെ കൈവശം ഷാർ മുബാറക് ആണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു നിൽക്കേണ്ട ആവശ്യം? ഇതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് തുറന്നു പറഞ്ഞൂടെ? ഇവരിതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതിന്റെ ആധികാരികത അന്വേഷിക്കാൻ തുടങ്ങി. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ഇതിനുവേണ്ടി രാവും പകലും പ്രസംഗിച്ചും അധ്വാനിച്ചും സംവാദങ്ങൾ നടത്തിയും അതിനുവേണ്ടി രാവും പകലും ഫോൺ ചെയ്തും ക്ലിപ്പുകൾ സംഘടിപ്പിച്ചൊക്കെ അതിനാത്മാർത്ഥമായി അധ്വാനിച്ച ഒരു വിഭാഗം തന്നെ ഇതിന്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അവരന്വേഷിച്ചപ്പോൾ ഓരോ ഉസ്താദുമാരെയും ബന്ധപ്പെട്ട ആളുകളൊക്കെ ബന്ധപ്പെട്ട് അന്വേഷിച്ച് അവർ കണ്ടെത്തി ഇതും വ്യാജമാണ്. ഉസ്താദ് ഇത് വ്യാജമാണെന്ന പൂർണ്ണമായ അറിവോടുകൂടി ഈ സമുദായത്തെ വഞ്ചിക്കുകയായിരുന്നു എന്ന് സ്വന്തം വിശ്വസ്തരായ അനുയായികൾ തന്നെ കണ്ടെത്തി. അവരതിനുവേണ്ടി ബോംബെയിൽ പോയി. ബോംബെയിൽ ആരായിരിക്കുന്നത്? ഇക്ബാൽ ജാലിയവാല. ഇക്ബാൽ ജാലിയവാലയെ കുറിച്ച് നമ്മൾ അവരുടെ അനുയായികളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഇക്ബാൽ ജാലിയവാലയുടെ ശിഷ്യനും മുരീദുമാണ് കാന്തൂർ ബുക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ ഷെയ്ഖും ഉസ്താദുമാണ്. അപ്പൊ അയാൾ ഒരു കാര്യപ്പെട്ട മഹാനാണ്. കാന്തപുരത്തിന്റെ ഉസ്താദ് കാരണം അയാളെ വലിപ്പത്രയാണ്. അങ്ങനെ കാന്തപുരത്തിന്റെ ഷെയ്ഖും ഉസ്താദുമായിട്ടുള്ള ഇക്ബാൽ ജാലിയവാലയെ കാണാൻ വേണ്ടിയിട്ട് രണ്ടാളുകൾ ഇവിടുന്ന് വണ്ടി കയറി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാൾ ഒരു ആക്രി കച്ചവടക്കാരനാണ്. അയാൾക്ക് ഫാത്തിഹ സൂറത്ത് പോലും അറിയില്ല. എന്നിട്ട് അയാളെക്കുറിച്ച് പരിശോധിച്ച് അന്വേഷിച്ചപ്പോ ഈ അന്വേഷണത്തിന്റെ തലവൻ പറഞ്ഞു, അയാൾ ഒരു ഷെയ്ഖുമല്ല, ഉസ്താദുമല്ല, അയാൾക്ക് ഫാത്തിഹ സൂറത്ത് പോലും വായിക്കാൻ കഴിയില്ല, ഓതാൻ അറിയില്ല, അയാൾ ഒരു ഫാസിക്കാണെന്ന് പറഞ്ഞു. ഒരു ഫാസിക്കിന്റെ ശിഷ്യന്റെ ലക്ഷണമൊക്കെ നമ്മുടെ ഈ ഉസ്താദിന്റെ അടുത്ത് നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആ ആരോപണം നമ്മൾ ഉന്നയിച്ചില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടു, കേട്ടു, മനസ്സിലാക്കി. അവസാനം ഇവരിതൊക്കെ മനസ്സിലാക്കി ഇത് വ്യാജമാണെന്ന് അവർക്ക് തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അവർ ഇവരുടെ ബന്ധപ്പെട്ട നേതാക്കന്മാരൊക്കെ ബോധ്യപ്പെടുത്തി അതിനൊന്നും പരിഹാരമില്ലാന്ന് മനസ്സിലാക്കി ആ തെളിവുകൾ അവസാനം നാട്ടുകാരെ അടുത്ത് എത്തിക്കാനും നാട്ടുകാരെ ബോധ്യപ്പെടുത്താനും ഏക പോംവഴി അത് SKSFകാർക്ക് കൈമാറലാണ് എന്ന് തിരിച്ചറിഞ്ഞു. SKSF ഇത് കൈമാറി. SKSF ഇത് നാട്ടിൽ മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള CD-യിലെ ഒരു വരി പോലും ഈ നിമിഷം വരെ ബന്ധപ്പെട്ട ആളുകൾ നിഷേധിച്ചിട്ടില്ല. അതിനെ ആ ചെറുപ്പക്കാരനെ കുറ്റം പറയാനോ പരിഹസിക്കാനോ വിമർശിക്കാൻ പോലും തന്റെ ഇടമുള്ള ഒരാളും ആ കൂട്ടത്തിലെ മുതിർന്ന നേതാക്കന്മാരിൽ പോലും ഇല്ല എന്ന സാഹചര്യത്തിലേക്ക് ആ വിഭാഗത്തിയിരിക്കുന്നു. ഈ സാഹചര്യം, ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ട് പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ വളരെ തന്ത്രപൂർവ്വം സംഘടനയെ തന്റെ വരുതിയിലാക്കാനുള്ള ശ്രമങ്ങൾ വളരെ തന്ത്രപൂർവ്വം പയറ്റുകയും അത് ഏകദേശം വിജയിക്കുകയും ചെയ്തു. ഇപ്പൊ ആ സംഘടനയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇപ്പോഴും ഒടിമന്ന് വിട്ടിട്ടില്ല. കാരണം അയാൾ കുറെ കാശ് വാങ്ങി വെച്ചിട്ടുണ്ട്, പള്ളി പണിയാന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് സംഖ്യകൾ. ഇപ്പോൾ അഡീഷണൽ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ പോലും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പോലീസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇതുവരെ ആ പള്ളി പണിയാൻ വേണ്ടിയിട്ട് അതിന്റെ പെർമിഷന് വേണ്ടി അപേക്ഷ പോലും കൊടുത്തിട്ടില്ല. പള്ളിക്ക് തറക്കലിട്ട സമയത്ത് എന്താ പറഞ്ഞത്? അടുത്ത മാർച്ച് മാസം പണി തുടങ്ങുന്നു. മാർച്ച് മാസം പണി തുടങ്ങും എന്നൊരാൾ പറയണമെങ്കിൽ അതിനു മുമ്പ് എന്തെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കണം? അതിന് പ്ലാൻ ഉണ്ടാവണം, ആ പ്ലാൻ പാസ്സാവണം. 2, അതിൽ പള്ളിയാണെങ്കിൽ അതിന് കളക്ടറേറ്റിൽ അപേക്ഷ കൊടുക്കണം, ജില്ലാ കളക്ടർ അതിന്റെ പ്ലാൻ അംഗീകരിക്കണം, അനുമതി കൊടുക്കണം. എന്നിട്ട് ഇന്ന ദിവസം പള്ളിപ്പണി തുടങ്ങുമെന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ അടുത്ത മാർച്ച് മാസത്തിൽ പണി തുടങ്ങും എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പച്ചക്കള്ളം പറഞ്ഞതാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. കാരണം എന്താണ്? ഇക്കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പോലും പറയുന്നത് എന്താണ്? ഈ പള്ളിക്ക് വേണ്ടി ഇന്നുവരെ കോഴിക്കോട് കളക്ടറേറ്റിൽ ഒരു അപേക്ഷ പോലും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ മൂപ്പർ അങ്ങനെ പള്ളിയും ഒന്നും ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ കാശൊക്കെ എത്തേണ്ടടുത്തെത്തി. ഇനി പിടുത്തം പെടാൻ നേരത്തെ ഒരൊറ്റ വർത്താനാണ്, ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഒറ്റ കരച്ചിലാണ് കാര്യം. കരച്ചിൽ മുതൽക്കുളം തുടങ്ങിയിട്ടുണ്ട്. പേശം മുതൽക്കുളത്ത് ചെറിയൊരു കരച്ചിൽ, റിഹേഴ്സൽ എന്നുള്ള ആൾക്കൊരു കരച്ചിൽ കരഞ്ഞു. പണ്ട് മാള മെഡിക്കൽ കോളേജ് ഇതേപോലെ ചെയ്തത്. മാള മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അത് കിട്ടാക്കടം കുടിശ്ശികയായി പലതും ഇടപാടുകാരൊക്കെ തിരിച്ചു ചോദിച്ച് ഇദ്ദേഹം ജനമധ്യത്തിൽ പോലും പരിഹസിക്കപ്പെടുന്ന സാഹചര്യം വന്നപ്പോൾ അവസാനം മർക്കസ് കോംപ്ലക്സ് തന്നെ പണയപ്പെടുത്തിയിട്ട് അത്യാവശ്യ ഇടപാടുകാരൊക്കെ പിരിച്ചു വിട്ടു. പിന്നെ ഇയാൾ കാശ് തിരിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഇടപാടുകൾ മൊത്തം വരാൻ തുടങ്ങി. അപ്പൊ ഇപ്പോൾ നേരെ ഡൽഹിയിൽ പോയിട്ട് പത്രസമ്മേളനം നടത്തി, ഞാൻ വഞ്ചിക്കപ്പെട്ടു. മിക്കവാറും അങ്ങനെ പത്രസമ്മേളനം വൈകാതെ കാണാം.
കാരണം പള്ളിപ്പണി അതിന്റെ ഏർപ്പാടൊന്നും കാണുന്ന യാതൊരു ലക്ഷണവും കാണില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇന്ന് ആ സംഘടന എത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാന്തൂർ എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നന്മ ആരെങ്കിലും പറഞ്ഞാൽ ആ സംഘടനയിൽ യാതൊരു സീറ്റുമില്ല. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ആരെങ്കിലും എതിർത്താൽ അവനും സീറ്റില്ല. കാന്തോരം എ.പി. അബൂബക്കർ മുസ്ലിയാരാണ് ഞങ്ങളുടെ നേതാവ് എന്ന തലത്തിൽ ആരെങ്കിലും അതിൽ പ്രസംഗിച്ചാൽ അത് അവന്റെ അവസാനത്തെ പ്രസംഗമാണ്. ആ രീതിയിലേക്ക് കാര്യങ്ങളെത്തി. എത്രത്തോളം എന്ന് വെച്ചാൽ, അവരുടെ പ്രമുഖനായ ഹാഫിൽ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന അവരുടെ ആത്മീയ പ്രഭാഷകനായി നടക്കുന്ന ഒരാൾ, അയാൾ ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് കോഴിക്കോടടുത്ത് പറമ്പിൽ ബസാർ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രസംഗിച്ചു. മഹാനായ മടവൂർ CM പറഞ്ഞിട്ടുണ്ട്, ഈ നൂറ്റാണ്ടിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദീൻ നടപ്പാക്കാൻ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് കാന്തൂർ എ.പി. അബൂബക്കർ മുസ്ലിയാരാണ്. പിറ്റേ ദിവസം ഉഷാർ കൂടിയിട്ട് മുഖം പുറത്താക്കി. ഹാഫിൽ അബ്ദുൽ ഹക്കീം ഔട്ട്. മുഹമ്മദ് രാമന്തലി എന്ന് പറയുന്ന ഇവരുടെ സംവാദ വേദികളിൽ മധ്യസ്ഥനായിട്ടുള്ള ആള് ഒരു ദിവസം പീപ്പിൾ ചാനലിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ട് പറഞ്ഞു, ഈ മുടിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്തിട്ട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുഷാവറ യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മുഹമ്മദ് രാമന്തലി ഔട്ട്. നമ്മുടെ ഈ പറയപ്പെട്ട ഈ CD പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോ അതിനെ വിമർശിച്ചുകൊണ്ടും കാന്തപുരത്ത് ന്യായീകരിച്ചുകൊണ്ടും നൌഷാദ് ഹസനി എന്ന് പറയുന്നയാൾ ഇവരുടെ ക്ലാസ് റൂമിൽ പ്രസംഗിച്ചു. കാന്തപുരത്തെ വല്ലാതെ വർണ്ണിച്ചു. ഇക്ബാൽ ജാലിയവാന്റെ മഹദൂഹൊക്കെ പറഞ്ഞു. അതോടുകൂടി നൌഷാദ് ഹസനി മേൽ പ്രസംഗിക്കാൻ പാടില്ല. ഇവിടെ നൌഷാദ് ഹസനി വന്നിട്ടില്ലേ? അയാളെ വിലക്കിയിട്ടില്ലെങ്കിൽ തന്റെ ഇടമുള്ളവർ അടുത്ത ആഴ്ച ഇവിടെ കൊണ്ടുവരുന്നയാള്. ഞാൻ പറയുന്നു, അയാളെ സംഘടനാ രംഗത്ത് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംഘടനാ രംഗത്ത് അയാളിന് മേൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന കളവാണെങ്കിൽ ആ കളവൊന്ന് തൊയ്ക്കാൻ ഇവിടെ കൊണ്ടുവരണം, മറുപടി പറയാൻ. അയാൾ വിലക്കേർപ്പെടുത്തി എന്ന് മാത്രമല്ല, അയാൾ കരഞ്ഞു പറഞ്ഞു, എന്റെ നാട്ടുകാർക്ക് പോലും എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് കോഴിക്കോട് നടക്കുന്ന മുതലക്കുളം മൈതാനിൽ നടക്കുന്ന സ്റ്റേജിൽ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു 4-5 ആള് കൂടിയിട്ടുള്ള ഒരു സഭയിൽ വെച്ച് പറയുമ്പോ ഒരു മാനുഷിക പരിഗണന എന്നുള്ള നിലക്ക് അയാളോട് പറഞ്ഞു, ശരി കുഴപ്പമില്ല, നീ നമ്മുടെ സ്റ്റേജിൽ വന്നിരുന്നോ, പ്രസംഗിക്കാനൊന്നും പാടില്ല. അപ്പൊ ഇയാൾക്ക് വലിയ ആശ്വാസമായി. കാരണം എന്താ, ഞാൻ പുറത്തല്ലല്ലോ. വിലക്കിന്നൊക്കെ SKSF പറഞ്ഞെടുക്കുകയാണെങ്കിലും വേദിയിലിരിക്കാലോ. അപ്പൊ ഞാൻ അകത്താണ് എന്ന് നാട്ടുകാർ മനസ്സിലാക്കുമല്ലോ. ഈ സാധു നേരെ നാട്ടിൽ വന്ന് കോട്ടക്കൽ പോയി ഒരു പ്രസ് പോയിട്ട് നോട്ടീസൊക്കെ അടിച്ചു. കോഴിക്കോട് ഇവരുടെ സമ്മേളനത്തിന് നോട്ടീസ് മൂപ്പര് വേറടിച്ചു. എന്നിട്ട് അതിൽ കാന്തപുരം, പൊന്മള, പേരോടിനൊക്കെ കൂടെ മൂപ്പര് പേര് എഴുതിച്ചിട്ട് നോട്ടീസ് അടിച്ചു. നോട്ടീസ് അടിച്ചിട്ട് മൂപ്പർ നാടിന്റെ അടുത്തൊക്കെ മൂപ്പറിനെ ചിലവർ കുട്ടികൾക്ക് കാശ് കൊടുത്തിട്ടൊക്കെ നോട്ടീസ് ഒട്ടിച്ചു. അപ്പൊ എന്റെ സ്വന്തം നാട്ടുകാരായ SSFകാരന്റെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി നോട്ടീസൊക്കെ അടിച്ച് നാളെ സമ്മേളനത്തിൽ പോകാൻ പുതിയ കുപ്പായസ്തിരിട്ട് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുമ്പോ തലേന്ന് രാത്രി വിളി, തൽക്കാലം നാളെ വരണ്ടാന്ന്. ഇതാണ് ആ സംഘടനയുടെ അവസ്ഥ. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഈദ് സന്ദേശമടങ്ങിയ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ ന്യായീകരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ മീഡിയ സെക്രട്ടറി KVK ബുഖാരി എഴുതിയ ഒരു ലേഖനം ഉൾപ്പെടെയുള്ള സെൻസിംഗ് മാസിക പുറത്തിറങ്ങിയപ്പോ അന്നത്തെ സിറാജിൽ ഒരു അറിയിപ്പ്, സെൻസിംഗ് മാസികയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നമുക്കറിയാലോ സെൻസിംഗ് മാസികയും വരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. സിറാജ് പത്രത്തിൽ അറിയിപ്പ്, സെൻസിംഗ് മാസികയായിട്ട് സംഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ആ സെൻസിംഗ് മാസിക മുതലക്കുളം മൈതാനിൽ വിൽക്കാൻ കൊണ്ടുവന്ന കുട്ടിയെ പൊതിരെ തല്ലി അടിച്ചോടിച്ചു. ഇതൊക്കെ പേര് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോവുകയാണെങ്കിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പ്രകീർത്തിക്കാനും കാന്തപുരത്തെ വിമർശിക്കാനും കഴിയുന്നവർക്ക് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി ആ സംഘടന മാറിയിരിക്കുന്നു. ഈ രീതിയിൽ കാന്തപുരത്തെ പ്രകീർത്തിക്കുന്നവരെ മുഴുവൻ അടിച്ചോടിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ വൈകാതെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ ഞങ്ങളുടെ നേതാവല്ല എന്നിവർ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അവിടേക്ക് പോകണം. എന്നിട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ഇതെന്ത് പറഞ്ഞാലും ഇതിനൊന്നും മറുപടി പറയാൻ കഴിയാതെ വല്ലാതെ സാഹസപ്പെട്ട് ഉഴലുമ്പോ പുതിയൊരു നമ്പറായിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാണ് ബോംബ്. SKSFകാര് ബോംബ് കേസിലെ പ്രതികളാണ്. ആ ബോംബുണ്ടാക്കിയത് ഇവരെ നേരിടാനാണ്. ഇവരെ നേരിടാൻ ഒരു മുടി പോരെ, എന്തിനാ ബോംബ്? ഈ മുടി കൊണ്ട് ഇവരെത്ര വട്ടം കറക്കാൻ കഴിയുമെങ്കിൽ പിന്നെന്തിനാ ബോംബ്?
അതുമായി ബന്ധപ്പെട്ട് നാട്ടിൽ മുഴുവൻ വലിയ പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനം. കാരണം എന്തെങ്കിലും പേരിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ഇതുവരെ ഇങ്ങനെ തലയിൽ കൊണ്ടിട്ട് നടക്കുകയുള്ളൂ. പള്ളിയിൽ നിന്ന് മൂത്രപ്പുരയ്ക്ക് പോണ പോലെ, മൂത്രപ്പുരയിൽ നിന്ന് പള്ളിക്ക് പോണ പോലെയാണ് ഇവർ അങ്ങാടിക്കും വീട്ടിലും പോവുക. അങ്ങനെ തലയിൽ മുന്നിട്ട് ഇങ്ങനെ നടക്കുന്ന സാഹചര്യം. അതിന്റെ ഇടയിലാണ് ഒരു ബോംബ് എന്ന് പറഞ്ഞിട്ട് കൃത്രിമമായ ഒരു നാടകം ഏർപ്പാട്. ഈ ബോംബിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, കണ്ണൂർ എന്ന് പറഞ്ഞാൽ ബോംബിന് വലിയ പ്രത്യേകതയൊന്നുമില്ല. അതിങ്ങനെ പപ്പടം ചുടുന്ന മാതിരിയാണ്. ബോംബ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ വലിയ പുതുമൊന്നുമില്ല. ഇവിടെയാണ് ഇപ്പൊ ബോംബ് എന്ന് പറയുമ്പോൾ ഒരു വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് പാറാട് എന്ന് പറയുന്ന സ്ഥലത്ത് 4 ചെറുപ്പക്കാർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ അത് പൊട്ടി പരിക്കേറ്റു, ആശുപത്രിയിലായി. 4 ചെറുപ്പക്കാർ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ പൊട്ടി. അപ്പൊ അവർക്ക് ബോംബ് നിർമ്മിക്കാൻ അറിയുമല്ലേ എന്നുള്ളത് നമുക്കറിയാലോ. ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കെ പൊട്ടി പരിക്കേറ്റ് 4 പേര് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ഈ 4 പേരിൽ അത്ര സീരിയസ് അല്ലാത്ത 2 പേരിൽ എടുത്ത് എന്നിട്ട് പോലീസ് മൊഴിയെടുത്ത പ്രകാരം അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്രേ, ഇത് ഞങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല, ഞങ്ങൾക്കിത് ഉണ്ടാക്കാൻ അറിയാം, പൊട്ടിയെങ്കിലും ഞങ്ങൾക്കിത് ഉണ്ടാക്കാൻ അറിയാം. അപ്പൊ ഒരു ബോംബിന് 800 രൂപ വെച്ച് 12 ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നതാണ്. ആ ആളെ പേര് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ബോംബ് സ്ഫോടനം നടന്ന ഉടനെ തന്നെ ഈ 4 പേരുടെയും മൊബൈൽ ഫോണിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചതിനിടയിൽ ഇവർ ഈ പരാമർശിക്കപ്പെട്ട വ്യക്തിയുടെ ഫോണിൽ നിന്ന് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പർക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വ്യക്തിയും പോലീസ് അറസ്റ്റിലായി. പോലീസ് ഈ വ്യക്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അവരോട് ചോദിച്ചു, നീ എന്ത് പദ്ധതിയാണ് നിന്റെ അടുത്തുള്ളത്, എന്തിനാണ് ബോംബ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു. ഓനെ 4 കുത്തുകുത്തിയപ്പോ ഓൻ 2-3 ഓന്റെ കൂട്ടുകാരുടെ പേര് പറഞ്ഞു. 3 ആളെ കൂട്ടും അറസ്റ്റ് ചെയ്തു. അപ്പൊ 4 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ, 4 പേർ ബോംബുണ്ടാക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ എന്ന പേരിൽ അറസ്റ്റിലായി ജയിലിലുണ്ട്. ബോംബ് ഉണ്ടാക്കിയ 4 പേരും SDPIയുടെ പ്രവർത്തകരാണ്. അത് ആ നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. ബോംബുണ്ടാക്കിയ 4 പേർ SDPIയുടെ പ്രവർത്തകരാണ്. അത് SDPIക്കാർക്ക് പോലും എതിരഭിപ്രായമല്ല. കാരണം അവർക്ക് ബോംബ് എന്ന് പറഞ്ഞാൽ അത്ര ഒരു മാനക്കെട്ടുള്ള സംഗതിയൊന്നുമില്ല. അതുകൊണ്ട് ഓരതിനും വേണ്ടി മറുപടി പറയാനോ വിശദീകരിക്കാനോ നടക്കുന്നില്ല. ഈ ബോംബ് ഉണ്ടാക്കിയ ആളുകൾ SDPIയുടെ പ്രവർത്തകരാണ്. ബോംബുണ്ടാക്കാൻ ഏൽപ്പിച്ചു എന്ന് പറയുന്ന ആളുകൾ SKSFന്റെ പ്രവർത്തകരാണെന്ന് വികൃതി വിഭാഗം ആരോപിക്കുന്നു. അവർ SKSFന്റെ പ്രവർത്തകരുമല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമല്ല. അവരെക്കുറിച്ച് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഏത് നാട്ടിലുണ്ടാവില്ല കച്ചറ ചക്കന്മാർ. ഓനൊരു പാർട്ടി ഉണ്ടാവില്ല. ഒരു വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള 4 മക്കൾ. ഇനി ഒരു വാപ്പ, വല്യമ്മ എന്ന് പറഞ്ഞൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് അവർ ഏതെങ്കിലും കാലത്ത് ലീഗിന്റെ വാർഡ് പ്രസിഡന്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പള്ളിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമസ്ത ലീഗുമായിട്ട് ബന്ധപ്പെടുത്താന്നല്ലാതെ ആ നാട്ടുകാരിൽ അന്വേഷിച്ചാൽ, നിഷ്പക്ഷമായി ആർക്കും അന്വേഷിച്ചാൽ അറിയാം, ഇവർ മുസ്ലിം ലീഗിന്റെയോ SKSFന്റെയോ സമസ്തയുമായി ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനവും, അതിന്റെ ഒരു യോഗം വിളിച്ചാൽ പോലും ആ യോഗത്തിൽ സാധാരണ പ്രവർത്തകനായി വന്നിരിക്കുന്നവർ പോലുമല്ല. അത് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ SKSFകാരാണ് ബോംബുണ്ടാക്കാൻ ഏൽപ്പിച്ചത്, ഞങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടക്കുകയാണ്. ഈ പ്രചാരണം നടക്കുന്നതിനിടയിൽ ഈ പോലീസിനോട് SDPI പ്രവർത്തകർ വേറൊരു മൊഴിയും കൂടി കൊടുത്തിട്ടുണ്ട്. ആ മൊഴി എന്താണെന്നറിയോ? ഞങ്ങൾ ബോംബുണ്ടാക്കാൻ അറിയുന്നവരാണ്, ബോംബുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്തരത്തിലുള്ള കരാർ ഏറ്റെടുത്തു, അത് ആ ജോലി ഞങ്ങൾ ഏറ്റെടുത്തു എന്നത് ശരി. പക്ഷെ ഈ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചെന്നത് ഈ നാട്ടിലെ SSFന്റെ 2 പ്രാദേശിക നേതാക്കന്മാരാണ്. അത് പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. SK സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഇന്നലെ പത്രത്തിൽ പ്രസ്താവന കൊടുത്തു. ഇന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നാളെയോ മറ്റന്നാളോ ഈ 2 മഹാന്മാർ കൂടി പിടിയിലാവുന്നതോടുകൂടി പിന്നെ റാലി നടത്തേണ്ട കഥ എന്താണ്? അപ്പൊ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് 1. 2, SKSFനെതിരെ ഈ രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകൾ, നിങ്ങൾ പ്രചരണം നടത്തിക്കോ, ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി കിട്ടുന്നുള്ള നമ്മൾ ആഗ്രഹം. ഏതെങ്കിലും പേരിലൊന്ന് പുറത്തിറങ്ങിക്കണം. പക്ഷേ ഈ ബോംബ് നിർമ്മാണത്തിന് പരിക്കേറ്റ SDPI പ്രവർത്തകരെക്കുറിച്ചോ SDPI എന്ന് പറയുന്ന
SDPIയെ സംരക്ഷിച്ചുകൊണ്ട് ഒരു തീവ്രവാദ സംഘടനയുടെ പങ്കാളിത്തത്തെ നിഷേധിച്ചുകൊണ്ട് ഇല്ലാത്തൊരു ആരോപണം SKSFനെതിരെ ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ഈ ബോംബിന്റെയും തീവ്രവാദത്തിന്റെ ആളുകൾ ആരൊക്കെയെന്ന് അന്വേഷിക്കണം. ഇതിന്റെ എല്ലാ ചുരുളുകളും അന്വേഷിക്കണം. പിന്നെ ബോംബ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം സംഘടനകൾക്കിടയിൽ, മതസംഘടനകൾക്കിടയിൽ ആദ്യമായി ബോംബിന്റെ ഏർപ്പാട് തുടങ്ങിയ കാന്തൂർ AP അബൂബക്കർ മുസ്ലിയാരാണ്. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മുജാഹിദ് സംഘടനയുടെ ബോംബർമാരാണ് ടൈഗർ സുന്നിയാണ്. അന്നത്തെ KPCC പ്രസിഡന്റായിരുന്ന K മുരളീധരന്റെ ദയാദാക്ഷിണ്യത്താൽ അന്ന് ഈ ടൈഗർ സുന്നികൾ രക്ഷപ്പെട്ടു എന്നല്ലാതെ ഇപ്പോഴും അതിന്റെ കേസ് ഫയൽ അന്വേഷിച്ച് നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ അറിയാം അതിന്റെ പിന്നിൽ AP വിഭാഗമാണ്. അത് നിങ്ങൾ മുജാഹിദ് നോക്കിക്കോളൂ, നമ്മളെ കാര്യം പറഞ്ഞെന്ന് മാത്രം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തളിപ്പറമ്പിനടുത്ത് വെള്ളിക്കീൽ എന്ന് പറയുന്ന സ്ഥലത്ത് SKSFനെതിരെ തന്നെ പ്രതിഷേധ പ്രകടനം നടത്തി AP വിഭാഗം. പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ സുന്നി മദ്രസയിലെ മുഅല്ലിമിന്റെ കയ്യിൽ നിന്ന് ബോംബ് ചാടിപ്പൊട്ടി. വെള്ളിക്കീൽ ഇതൊന്നും കുറെ വർഷം മുമ്പുള്ള സംഭവമല്ല. കണ്ണൂരിലെ വെള്ളിക്കീൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ SKSFനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ സുന്നി മദ്രസയിലെ മുഅല്ലിമിന്റെ കയ്യിൽ നിന്ന് ബോംബ് ചാടിപ്പൊട്ടി. എന്നിട്ട് ഓരാണ് ബോംബിന്റെ പേരിൽ നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനധികം പറയണം, ഈ പാറാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 7 കിലോമീറ്റർ അപ്പുറമാണ് ചൊക്ലി എന്ന് പറയുന്ന സ്ഥലം. ചൊക്ലി എന്ന് പറയുന്ന സ്ഥലത്ത് സഹൽ എന്ന് പറയുന്ന ഒരു SSF പ്രവർത്തകന് വലതു കൈയില്ല. എന്റെ പ്രിയപ്പെട്ട SSFന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ചൊക്ലിയിലെ സഹൽ എന്ന് പറയുന്ന SSFന്റെ സജീവ പ്രവർത്തകന് വലത് കൈപ്പത്തിയില്ല. ഈ വലത് കൈപ്പത്തി എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷിച്ചു കൊണ്ടു. ഇവൻ ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിയിട്ട് കൈപ്പത്തി നഷ്ടപ്പെട്ടതാണ്. എന്നിട്ട് ബോംബ് നിർമ്മാണത്തിനിടെ സ്വന്തം കൈപ്പത്തി പോലും നഷ്ടപ്പെട്ടവരുടെ സംഘടനയാണ് ഇവിടെ വന്നിട്ട് SKSFനെതിരെ ആരോപണം ഉന്നയിച്ചു കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ അന്വേഷണം നടത്തി അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകളെയും പിടികൂടണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ കേസ് ഒതുക്കി തീർക്കാൻ നമ്മൾ പോയിട്ടില്ല. ഈ കേസ് ഒതുക്കി തീർക്കേണ്ട ആവശ്യവും നമുക്കില്ല. സംഘടനയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബോംബിന്റെയോ അങ്ങനെ അക്രമത്തിന്റെയോ ആ ഒരു മാർഗം ഇന്നുവരെ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു ശത്രുവായിട്ട് നമ്മൾ ഈ വിഭാഗത്തെ കാണുന്നില്ല. ഇനി ഇവര് നമുക്കൊരു ഭീഷണിയാണെങ്കിലല്ലേ ബോംബും ആയുധവും തോക്കൊക്കെ വേണ്ടതുണ്ട്. ഈ വിഭാഗം നമുക്ക് ഭീഷണിയായിട്ട് തോന്നണ്ടേ? ഒരു മുടി കണ്ടാൽ പറക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനാ കൂട്ടരെ ബോംബ്? അതുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങളിലൂടെ എങ്കിലും ഈ മുടി വിഷയമൊന്നും മറിച്ചിടാം, ജനങ്ങൾ ശ്രദ്ധ തിരിക്കാം എന്നാണ് വ്യാമോഹമെങ്കിൽ ഞങ്ങൾ ഇന്നലെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീനും സുന്നി വജൽ സംഘവും SKSFും സംയുക്തമായിട്ട് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മുടി വിഷയത്തിന്റെ നാൾവഴികൾ അടുത്ത 3 മാസക്കാലം കേരളത്തിലുടനീളം ക്യാമ്പയിൻ നടത്തിയിട്ട് നന്നായിട്ട് പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത് ഒരെടുക്കാത്ത നാണയമായി കാന്തപുരത്തെയും അതിന്റെ സംഘടനയും മാറ്റുന്നതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. അസ്സലാമു അലൈക്കും.